നമസ്കാരം. പോയിന്റ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇന്നലെ വരെ CPM BJP ഡീൽ എന്ന് പറഞ്ഞ് കേരള രാഷ്ട്രീയം കുലുക്കാൻ ഇറങ്ങിയവർക്ക് ഇന്ന് കണ്ണാടിയിൽ നോക്കാൻ പോലും മടിയാകുന്ന അവസ്ഥയാണോ? ഓരോ തീരുമാനവും വരുമ്പോഴും ഉയരുന്നത് ഒരേ ചോദ്യം. ഇന്നലെ മറ്റുള്ളവർക്കെതിരെ പറഞ്ഞത് ഇന്ന് സ്വന്തം കാര്യത്തിൽ ബാധകമല്ലേ? PM ശ്രീ പദ്ധതി സ്വീകരിക്കുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ കേന്ദ്രത്തിന്റെ പേരും ലോഗോയും പ്രശ്നമല്ലെന്ന് പറയുന്നു. ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തിലും പ്രതിഷേധം അവഗണിക്കുന്നു. ഇതെല്ലാം യാദൃച്ഛികമാണെന്ന് വിശ്വസിക്കാൻ ജനങ്ങൾ അത്ര നിഷ്കളങ്കരാണോ? കോൺഗ്രസ് നേതാക്കൾ പോലും പരസ്യമായി വന്നിട്ടും തിരുത്തിക്കാൻ വരേണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ നിലപാട് അതിലും വലിയ രാഷ്ട്രീയ വിരോധാഭാസം. എന്തെന്നാൽ സംഘപരിവാറിന് വഴങ്ങുകയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന തീരുമാനങ്ങളിൽ പലതും മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിൽ നിന്നാണ്. മറ്റുള്ളവരുടെ ദേശസ്നേഹവും മതനിരപേക്ഷതയും അളന്നവർ ഇന്ന് സ്വന്തം തീരുമാനങ്ങളുടെ രാഷ്ട്രീയാർത്ഥം വിശദീകരിക്കാൻ പോലും പാടുപെടുന്നു. മറുവശത്ത് സംഘപരിവാർ രാഷ്ട്രീയം പിന്തുടർന്നവരെ നിയമിക്കുന്നുവെന്ന് കോൺഗ്രസുകാർക്ക് പോലും ആശങ്കയുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അതോ മുഖ്യമന്ത്രിയെ ഡീലിൽ കുടുക്കാനുള്ള പാർട്ടി ആഭ്യന്തര കുരുക്കോ? പോയിന്റ് ഡിബേറ്റ് ചർച്ച ചെയ്യും. കോൺഗ്രസിൽ നിന്ന് പോലും എതിർപ്പ് ഉയർന്നു വന്നിട്ടും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തിൽ നിന്ന് പിന്നോട്ട് പോകുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. മുഖ്യമന്ത്രി VD സതീശൻ ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. തദ്ദേശ മന്ത്രി KM ഷാജിക്കും ഇതേ നിലപാട് തന്നെയായിരുന്നു. അങ്ങനെ ലോക് ഭവനിൽ നിന്ന് ഉടൻ വിജ്ഞാപനം ഇറങ്ങാൻ പോവുകയാണ്. ഗവർണർ സർക്കാരിന്റെ ശുപാർശയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ജസ്റ്റിസ് N ശേഷാദ്രിനാഥൻ സംസ്ഥാനത്തിന്റെ അടുത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേൽക്കും എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. നേരത്തെ KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് പരസ്യമായി ഇതിനെതിരെ രംഗത്ത് വന്നതാണ്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സ്വാഭാവികമായിട്ടും എതിർപ്പുണ്ട് എന്നുള്ള കാര്യം അറിയാമായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി തന്നെ പരസ്യമായി രംഗത്തെത്തുകയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്നിട്ടും ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രിയുടെ ഉറച്ച നിലപാടായിരുന്നു ഇത്. അതുമാത്രമല്ല, AICC നേതൃത്വത്തിനും PM നിയാസ് പരാതി നൽകിയിരുന്നു. സംഘപരിവാർ ബന്ധമുള്ളയാളാണ് N ശേഷാദ്രിനാഥൻ. ഇതായിരുന്നു PM നിയാസിന്റെ പരാതി. അത് അവഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു നിയമനം വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി പോലും പ്രധാന പദവികളിൽ വരുന്നവരെ സംശയദൃഷ്ടിയോടെ കാണുന്നത്? അവിടെ CPM ആരോപിക്കുന്നത് പോലെ കോൺഗ്രസ് BJP ഡീൽ ഉള്ളതാണോ? ഇക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വിമർശനമുയരുന്ന ഈ സാഹചര്യത്തിലാണ് ഈ വിഷയം പോയിന്റ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ശ്രീ PM നിയാസ് തത്സമയം ചേരുന്നു. ഒപ്പം BJP നേതാവ് ശ്രീ P ശ്യാംരാജ്, മാധ്യമപ്രവർത്തകൻ ശ്രീ CB സത്യൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ P ശ്യാംരാജിലേക്ക്. P ശ്യാംരാജ്, ഇതിപ്പോൾ തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരം നിയമനങ്ങൾ വരുന്നത് കൊണ്ടാണ്, നിയമനങ്ങൾ മാത്രമല്ല ചില തീരുമാനങ്ങളും വരികയാണല്ലോ. PM ശ്രീ പ്രധാനമന്ത്രി ആവാസ് യോജന, ഇതിലൊക്കെ തീരുമാനങ്ങളും അതേ രീതിയിൽ വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വിമർശനം ഉണ്ടാകുന്നത്. ഇവിടെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പോലും വിമർശനം ഉണ്ടായിട്ടും അതും അവഗണിക്കപ്പെടുകയായിരുന്നു. ശ്യാംരാജിലേക്ക് വരുന്നതിന് മുമ്പ് നിയാസ് ചേരുകയാണ്. നിയാസ്, താങ്കളുടെ നിലപാട്, താങ്കളുടെ പരസ്യമായ പ്രതികരണം അത് പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിരിക്കുകയാണല്ലോ. ശേഷാദ്രിനാഥൻ തന്നെയായിരിക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. നോക്കൂ, ഞാൻ ഈ കാര്യത്തിൽ ശേഷാദ്രിനാഥൻ എന്തുകൊണ്ട് ആയിക്കൂടാ എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായി പാർട്ടി നേതൃത്വത്തിന് ഞാൻ കത്ത് കൊടുത്തിരുന്നതാണ്. അത് പാർട്ടിയോട് അന്വേഷിക്കണമെന്നും ഞാൻ പറഞ്ഞിട്ടാണ്. പക്ഷേ ഞാൻ കത്ത് കൊടുക്കുമ്പോൾ വളരെ വിചിത്രമായ ഒരു കാര്യമുണ്ടായി. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ 15 കൊല്ലത്തെ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ ഇടപെടലുകളെ കൂടിയാണ് അദ്ദേഹത്തെ നമ്മൾ വിലയിരുത്തേണ്ടതെന്നാണ് ഞാൻ കത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ആ കത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് ഞാൻ കണ്ടത് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ, നേരത്തെ ഇപ്പോൾ ആരോ പറയുന്നത് അദ്ദേഹം ഇല്ല എന്നാണ്, പക്ഷേ ഇത് ഉണ്ടായിരുന്നു. സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ അത് FBയിലും ട്വിറ്ററും അതുപോലെ തന്നെ ഇൻസ്റ്റയും ഉൾപ്പെടെയുള്ള എക്സും ഉൾപ്പെടെയുള്ള വാട്സപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ സോഷ്യൽ മീഡിയകളും ഒരു സുപ്രഭാതത്തിൽ അത് അപ്രത്യക്ഷമായി. ഞാനത് ദുരൂഹമാണെന്നും ആ അപ്രത്യക്ഷമായത് റിട്രീവ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഇത് കാര്യങ്ങൾ എടുക്കണമെന്ന് എടുത്ത്, അതേപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലെ ഇടപെടലുകളും അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളും രാഷ്ട്രീയ വീക്ഷണങ്ങളുമൊക്കെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. ആ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ക്രോഡീകരിച്ച് അത് റിപ്പോർട്ടാക്കി ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിക്ക് അയച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് ഞാൻ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്ക് കത്ത് കൊടുത്തിരുന്നു. പക്ഷേ എനിക്കറിഞ്ഞുകൂടാ അത് പരിശോധിച്ചോ അത് വല്ല അന്വേഷണം നടത്തിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതെല്ലാം അന്വേഷിക്കണമെന്നും ഇതെല്ലാം അന്വേഷിക്കാതെയാണ് വെച്ചത് എന്നുള്ള ഒരു തോന്നലോട് കൂടിയാണ് ഞാനിതെല്ലാം ചെയ്തിട്ടുള്ളത്. എനിക്ക് അറിഞ്ഞുകൂടാ ഇതെല്ലാം അന്വേഷിച്ചിട്ടുണ്ടോ, ഞാൻ പറഞ്ഞതെല്ലാം തെറ്റാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും ഞാൻ ഇക്കാര്യത്തിൽ
ഈ കാര്യത്തിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് മഞ്ജുഷിന് അറിയാമല്ലോ, ഈ പദവി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ വരാനിരിക്കുന്ന 2029 പഞ്ചായത്ത് മാത്രമല്ല, നമുക്ക് 20 ലോകസഭ 30 അതുപോലെ 140 അസംബ്ലി 210 ആവുമെന്നത് ഏറെക്കുറെ നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഡീലിമിറ്റേഷൻ കമ്മീഷനായി ഈ സംസ്ഥാന സർക്കാരിൽ നിന്ന് ഏക പ്രതിനിധി ഇദ്ദേഹം മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു ഭാഗത്ത് CPM-ൻ്റെ ആളുകളായി കാലങ്ങളായി പ്രവർത്തിച്ച ഒരു വ്യക്തി, പിന്നീട് മാനസാന്തരപ്പെട്ട് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെയുമൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹം പിന്നെ നമ്മുടെ ലക്ഷദ്വീപിലൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് RSSൻ്റെ അവിടെ ഗ്രൂപ്പുകളൊക്കെ വന്നപ്പോൾ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും സ്വീകരണമൊക്കെ കൊടുത്തത് അദ്ദേഹമാണെന്നുള്ളത് എനിക്കൊക്കെ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി തീർച്ചയായും അത്തരത്തിലുള്ള ഈ പോസ്റ്റിൽ വന്നാൽ അത് പാർട്ടിക്ക് ഏറെ വില കൊടുക്കേണ്ടി വരുമെന്ന കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോഴും എൻ്റെ വിശ്വാസത്തിൽ, എൻ്റെ ബോധ്യത്തിൽ ഞാൻ നിൽക്കുകയാണ്. എൻ്റെ പാർട്ടി അക്കാര്യത്തിൽ എന്താണ് കണ്ടെത്തിയെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. ഏതായിരുന്നാലും വരാനിരിക്കുന്ന നാളുകളിൽ എനിക്ക് പാർട്ടിയുടെ വേദികളിൽ എനിക്ക് അവസരം കിട്ടിയാൽ തീർച്ചയായും ഇക്കാര്യം ഞാൻ ചോദിക്കുകയും അത് തീർച്ചയായും അന്വേഷിക്കുകയും ചെയ്യും. ഇതെല്ലാം PM നിയാസ്, എന്തായാലും താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ പാർട്ടി അംഗീകരിച്ചിട്ടില്ല എന്ന കാര്യം ഉറപ്പാണല്ലോ. അതുകൊണ്ടാണ് ലോക് ഭവനിലേക്ക് ഫയൽ പോവുകയും ഗവർണർ ഒപ്പുവെക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ താങ്കൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ മോശക്കാരനായി മാറി, അല്ലെങ്കിൽ പാർട്ടിക്ക് മുന്നിൽ താങ്കൾ മോശക്കാരനായി മാറി. കാരണം താങ്കൾ ഉന്നയിച്ച കാര്യം തെറ്റാണെന്ന് ഇപ്പോൾ താങ്കൾ പറഞ്ഞു അന്വേഷിച്ചോ എന്ന് അറിയില്ല എന്ന്. അന്വേഷിച്ചെങ്കിൽ അത് തെറ്റാണെന്ന് ബോധ്യമായി, അല്ലെങ്കിൽ താങ്കളുടെ പരാതി അത് ഒരു പ്രാധാന്യവും നൽകാതെ ചവറ്റുകൊട്ടയിലിട്ടു. ഇതാണല്ലോ കണക്കാക്കേണ്ടത് ശേഷാദ്രിനാഥൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി വരുമ്പോൾ. ഞാൻ പാർട്ടിക്കാണ് കത്ത് കൊടുത്തത്. എന്നാൽ എൻ്റെ പേഴ്സണലായി പരാജയമായി ഞാൻ കാണുന്നില്ല. ഇത് പാർട്ടിക്ക് ഇക്കാര്യത്തിൽ വേണ്ടത്ര രീതിയിൽ അവധാനതയോടുകൂടി ഇക്കാര്യത്തിൽ ഇടപെട്ടോ എന്ന സംശയം മാത്രമേ ഞാൻ പങ്കുവച്ചിട്ടുള്ളൂ. അങ്ങനെ പാർട്ടി അവധാനതയോടെയാണ് ചെയ്തതെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അല്ല എങ്കിൽ എനിക്ക് തെറ്റുപറ്റിയാണ് എന്നെ ബോധ്യപ്പെടുത്തിയാൽ, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് എൻ്റെ ഞാൻ പറയുന്ന വാദങ്ങൾ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തിയാൽ ഞാൻ അംഗീകരിക്കാം. പക്ഷേ അങ്ങനെ ഒരു ബോധ്യപ്പെടുത്തൽ ഇവിടെ ഉണ്ടായിട്ടില്ല. ഇനി വാട്ട് എവർ ഇറ്റ് മേ ബി, പാർട്ടി ഇക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഏത് ഫോറത്തിലാണ് ഈ കാര്യം, ഇതുപോലെ സുപ്രധാനമായ കാര്യം പാർട്ടിയുടെ ഏത് ഫോറത്തിലാണ് ചർച്ച ചെയ്തത്, ഏത് ഫോറത്തിലാണ് ഇത് പരിശോധിച്ചത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കേണ്ടതാണ്. അത്തരത്തിലുള്ള വ്യക്തമാക്കലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഏതെങ്കിലും തരത്തിൽ പാർട്ടിയുടെയോ മുന്നണിയുടെയോ ചർച്ചകൾക്ക് വിധേയമായിട്ടാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ മുൻകാല ചരിത്രത്തെക്കുറിച്ചോ മുൻകാല പ്രവർത്തനങ്ങളെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ സംഘബന്ധങ്ങളെക്കുറിച്ചോ ഒക്കെ റൂൾ ഔട്ട് ചെയ്തോ എന്നൊക്കെ അന്വേഷിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ താങ്കളുടെ പൂർണ്ണ വിശ്വാസം ഇതാണ്, സംഘപരിവാർ ബന്ധമുള്ള ആളെ ഇത്തരത്തിലുള്ള ഒരു സുപ്രധാന പദവിയിൽ നിയമിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഈ വിഷയത്തിൽ താങ്കൾ മുഖ്യമന്ത്രി VD സതീശനെ കണ്ട് ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചില്ലേ? എന്തായിരുന്നു അതിന്റെ ഫലം? ഞാൻ KPCC പ്രസിഡന്റിനാണ് കത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കോപ്പി മാത്രമാണ് ഞാൻ മുഖ്യമന്ത്രിക്കും അതുപോലെ ആഭ്യന്തരമന്ത്രിക്കും ഒക്കെ കൊടുത്തിട്ടുള്ളത്. എൻ്റെ KPCC പ്രസിഡന്റ് ഞാൻ ചോദിച്ചു, ഞാൻ നേരിട്ട് മുഖ്യമന്ത്രിയെ കാണേണ്ടതുണ്ടോ? അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞോളാം. ഇപ്പോൾ നിയമസഭ നടക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ ചിലപ്പോൾ ഒരു പക്ഷേ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് ഞാനത് ആ കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിക്കൊള്ളാം എന്നാണ് അദ്ദേഹം എന്നോട് ഇന്നും അദ്ദേഹം പറഞ്ഞത്. ഇന്നലെയും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ മുഖ്യമന്ത്രിയെ കാണാൻ സമയം കിട്ടാത്ത കൊണ്ടും അദ്ദേഹം സമയം അനുവദിക്കാത്തത് കൊണ്ടും എനിക്ക് കാണാൻ കഴിയാതിരുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പരാജയമായി ഞാൻ കാണുന്നേ ഇല്ല. ഒരു കാര്യം, സമയം അനുവദിക്കാത്തത് കൊണ്ടാണോ താങ്കൾ കാണാൻ പറ്റാത്തത്? സമയം ചോദിച്ചിരുന്നോ? മുഖ്യമന്ത്രിയോട് സമയം ചോദിച്ചിരുന്നോ? മുഖ്യമന്ത്രിയോട് ഞാൻ സമയം ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഞാൻ സമയം ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം എനിക്ക് സമയം ഇന്നലെയും ഇന്നും ഞാൻ ചോദിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം നിയമസഭയുടെ തിരക്കിലാണെന്നാണ് എന്നോട് പറഞ്ഞത്. അതിനുശേഷം ഞാൻ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ചോദിച്ചു, അങ്ങനെ ഞാൻ കാണേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു, വേണ്ട, ഞങ്ങളത് സംസാരിച്ച് ഞങ്ങളത് കാര്യത്തിൽ തീരുമാനമെടുത്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പല മന്ത്രിമാരോടും ഇക്കാര്യം സൂചിപ്പിച്ചിട്ടാണ്. പല മന്ത്രിമാരും എന്നോട് ഓഫ് ദ ടോക്കിൽ എന്നോട് പറഞ്ഞത്, ഞങ്ങളുടെ അന്വേഷണത്തിൽ നിയാസ് പറഞ്ഞത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പല മന്ത്രിമാരും എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് നമ്മൾ ആലോചിക്കേണ്ടത്, അവർ എന്നോട് ഓഫ് ദ റെക്കോർഡായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാനത് അവരുടെ പേര് അതുകൊണ്ടാണ് പറയാത്തത്. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് മഞ്ജുഷ്, ഇത് എൻ്റെ വിശ്വാസം, എനിക്ക് തെറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് എനിക്ക് ബോധ്യമുണ്ട്. അത് നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്നവരൊഴിച്ച് ആരന്വേഷിച്ചാലും ഇത് ബോധ്യപ്പെടും.
ഇത് നമുക്ക് 3 അംഗങ്ങൾ മാത്രമുള്ള ഡീലിമിറ്റേഷൻ കമ്മിറ്റിയിൽ ഏക കേരളത്തിൻ്റെ പ്രതിനിധി, ആ പ്രതിനിധി ഒരു പക്ഷപാതിയായി വരുമ്പോൾ അത് കോൺഗ്രസിനും UDF-നും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വരുന്ന ഒരു 30 കൊല്ലക്കാലം നമ്മൾ നേരിടേണ്ടി വരും. 3 സീറ്റുള്ള BJP ഇത് വളരെ ശാസ്ത്രീയമായി ഒന്ന് മുറിച്ച്. അപ്പോൾ പാലക്കാട് ഒറ്റ പഞ്ചായത്ത് പാലക്കാട് ഒന്ന് മുറിച്ച് മലമ്പുഴയോട് ചേർത്താൽ പാലക്കാട് എന്നേക്കുമായി പാലക്കാട് അസംബ്ലി പോകും. ഞാൻ നിൽക്കുന്ന നോർത്ത് അതിൻ്റെ ഒരു ഭാഗം മുറിച്ച് ഒരു അസംബ്ലി ആക്കിയാൽ അത് BJP മാത്രമേ ജയിക്കൂ. നമുക്ക് മഞ്ചേശ്വരത്തിലെ ഒരു പഞ്ചായത്ത് മാറ്റി കാഞ്ഞങ്ങാടിലേക്കോ അല്ലെങ്കിൽ മറ്റേതോ പഞ്ചായത്തിലേക്ക് മാറ്റിയാൽ മഞ്ചേശ്വരം നമ്മൾ ജയിക്കാൻ പോകുന്നില്ല. അതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെ മുഖ്യമന്ത്രിയുടെ അറിവോടെ നിയമിക്കുമോ? താങ്കളുടെ ബോധ്യം അത് തെറ്റല്ലേ ശ്രീ PM നിയാസ്? താങ്കൾക്ക് മാത്രമുണ്ടായ ഒരു ബോധ്യമാണെന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. മുഖ്യമന്ത്രി VD സതീശൻ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്ന ഒരാളല്ലേ? മാത്രമല്ല ഇത് ക്യാബിനറ്റ് ഡിസിഷനാണ്, മന്ത്രിസഭയുടെ തീരുമാനമാണ്, ഒരാൾ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ലല്ലോ. മന്ത്രിസഭയിൽ എടുത്ത തീരുമാനത്തിൽ ഇതെല്ലാം പരിശോധിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അറിവ് ഇത് ഔട്ട് ഓഫ് അജണ്ടയായിട്ട് വന്നതാണ്. ഒരു പരിശോധനയും നടക്കാതെ ഔട്ട് ഓഫ് അജണ്ടയായി വരുമ്പോൾ അതിൻ്റെ വിജിലൻസ് പരിശോധനയോ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടോ ഒന്നും തന്നെ റിപ്പോർട്ടിൻ്റെ കൂടെ വരാൻ സാധ്യതയില്ല. ഒരു പേര് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം യോഗം അവസാനിക്കുന്ന നേരത്ത് ഒരു പേര് ഔട്ട് ഓഫ് അജണ്ടയായി വരികയും എല്ലാവരും അത് ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ല എന്ന് വിശദീകരിക്കേണ്ടവർ വിശദീകരിക്കേണ്ടതാണ്. ഞാനൊരു കാര്യം പറയാം. ഗവൺമെൻറ് കോൺഗ്രസ് UDF കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരുപാട് കാലത്തെ പ്രയാസം കൊണ്ട് ഞാനൊക്കെ എത്രയോ ജയിലിൽ കിടന്നതാണ്, എത്രയോ കേസുകളിൽ പെട്ടതാണ്, എത്രയോ സമരങ്ങളിൽ പങ്കെടുത്തതാണ്. എന്നെപ്പോലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ സമരവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും ഒക്കെ കൊണ്ടാണ് ഈ ഗവൺമെൻറ് വന്നത്. അങ്ങനെ എടുക്കുന്ന ഗവൺമെൻറ് ഞങ്ങൾക്ക് വേണ്ടിയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നതെന്ന് വിശ്വസിക്കുന്നവരാണ്. ആ വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് തീരുമാനവും ഞാൻ അംഗീകരിക്കാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. പക്ഷേ അത് പൂർണ്ണമായും അവധാനത്തിലൂടെ എടുത്തതാണെന്ന് എനിക്കിപ്പോഴും സർക്കാരിനെ പ്രതികൂട്ടിലാക്കുന്ന രീതിയിലുള്ള പരാമർശമാണ് നടത്തുന്നത്. അതുവഴി പാർട്ടിയെയും ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ്, മുന്നണിയെയും ദോഷകരമായി ബാധിക്കും താങ്കളുടെ ഈ പരാമർശം. കാരണം ഈ ഡീൽ എന്നുള്ള കാര്യം, BJP-യുമായി ഡീൽ എന്നുള്ള കാര്യം CPM-ന്റെ ആരോപണമാണ്, LDF-ന്റെ ആരോപണമാണ്. അതിന് ബലം നൽകുകയാണ് KPCC-യുടെ ജനറൽ സെക്രട്ടറിയായ താങ്കൾ. ഒരു കാര്യം ഞാൻ പറയാം. ഈ കാര്യത്തിൽ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇത് അദ്ദേഹത്തെ നിയമിക്കുന്നതിൽ CPM-ന് ഉള്ളുകൊണ്ട് വലിയ സന്തോഷമാണ്. ആ കാര്യം നാളുകളിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. BJP അത്യധികം കഴിഞ്ഞ ചർച്ചകളിലെല്ലാം BJP-ക്കാർ പങ്കെടുത്ത എല്ലാ ചർച്ചകളിലും വളരെ ആവേശത്തോടുകൂടി അദ്ദേഹത്തെ നിയമിക്കണമെന്ന് BJP-യുടെ പ്രതിനിധികൾ ആവശ്യപ്പെട്ടത് ഇന്നലെയും മെനഞ്ഞാന്നും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ട് കാര്യങ്ങളും BJP-യും CPM-ഉം ആഗ്രഹിക്കുന്നു. CPM ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നു, BJP പരസ്യമായി ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നിയമിക്കേണ്ടിയിരുന്നോ എന്ന് ചിന്തിക്കേണ്ടത് നിയമനം നടത്തിയവരാണ്, ഞാനല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ആ പങ്കില്ലെങ്കിലും പാർട്ടിയുടെ എടുത്ത തീരുമാനങ്ങൾ ഞാൻ അംഗീകരിക്കുന്നതുകൊണ്ട് ഇത് വരാനിരിക്കുന്ന നാളുകളിൽ ഇതിൻ്റെ ദോഷവശങ്ങൾ പാർട്ടി അനുഭവിക്കുമെങ്കിൽ അത് വലിയ കഷ്ടമാണ്. അതല്ല പാർട്ടി അത് അനുഭവിക്കാതെ മുന്നോട്ട് പോകുമെങ്കിൽ അത് ഏറെ സന്തോഷകരവുമാണ്. അത് കാലം തെളിയിക്കേണ്ട കാര്യമാണ്. ഞാൻ ഇതിനെ വ്യക്തിപരമായി ഇത് എടുത്തിട്ടേ ഇല്ല. പക്ഷേ ഇത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭയിലുള്ളവരിൽ മുഖ്യമന്ത്രിയും ലീഗിന്റെ ഇപ്പോൾ KM ഷാജി ഇതിന് അനുകൂലമാണല്ലോ, പരസ്യമായിട്ട് അദ്ദേഹം നിലപാട് പറഞ്ഞു. മുഖ്യമന്ത്രിയും പിന്നെ ലീഗിന്റെ മന്ത്രിമാരും ഇവർക്ക് മാത്രം താല്പര്യമുള്ള ഒന്നായിരുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കോൺഗ്രസിലെ മറ്റൊരു മന്ത്രിമാർക്കും ഇത് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന്? എനിക്കതേക്കുറിച്ചൊന്നും പറയില്ല. ഞാൻ മന്ത്രിസഭയിൽ പങ്കെടുക്കുന്ന ആളല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായി എനിക്ക് ബോധ്യപ്പെട്ട കാര്യം ഞാൻ എൻ്റെ പാർട്ടിയെ പറഞ്ഞു. പാർട്ടി അക്കാര്യം അന്വേഷിച്ചിട്ടുണ്ടാകാം, പരിശോധിച്ചിട്ടുണ്ടാകാം. അങ്ങനെ എടുത്ത തീരുമാനമാണെങ്കിൽ എനിക്ക് മറ്റൊന്നും പറയാനില്ല. ബാക്കി കാര്യങ്ങൾ എൻ്റെ പാർട്ടി വേദികളെ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ എൻ്റെ ബോധ്യം, ഞാൻ ഇപ്പോഴും പറയുന്നത്, എൻ്റെ ബോധ്യം തെറ്റായിരുന്നു. എന്നെ ആരും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ബോധ്യപ്പെടുത്തുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയും എനിക്ക് ബോധ്യപ്പെട്ടു. അത് പറയുന്നതിൽ എനിക്കൊരു മടിയുമില്ല. ഞാൻ വീണ്ടും പറയും മാഞ്ചുഷേ, ഇത് എൻ്റെ പരാജയമല്ല. ഇത് ഞാൻ വിശ്വസിക്കുന്ന രീതിയിലാണ് സംഭവിച്ചതെങ്കിൽ പാർട്ടിക്ക് 30 കൊല്ലത്തേക്ക് പാർട്ടിക്ക് ഇത് അനുഭവിക്കേണ്ടി വരും. അതല്ല ഞാൻ തെറ്റാണെങ്കിൽ ആ തെറ്റ് ഞാൻ ഏറ്റുപറയാൻ തയ്യാറാണ്.
പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രി പാർട്ടിക്ക് വേണ്ടിയാണല്ലോ ഭരിക്കുന്നത്, മന്ത്രിമാർ പാർട്ടിക്ക് വേണ്ടിയാണല്ലോ ഭരിക്കുന്നത്, KPC പ്രസിഡന്റ് പാർട്ടിക്ക് വേണ്ടിയാണല്ലോ നിൽക്കുന്നത്, UDF നേതാക്കന്മാർ UDFന് വേണ്ടിയാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അവരെല്ലാം ആലോചിച്ചെടുത്ത തീരുമാനങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞത്. ഇല്ലെങ്കിലും ഞാൻ അംഗീകരിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. ഞാനത് ഇന്നും ഇന്നലെയും ഒക്കെ KPC പ്രസിഡന്റിനോട് പറഞ്ഞതാണ്. ഞാൻ എത്രയോ തവണ അദ്ദേഹത്തെയും അതുപോലെ ബന്ധപ്പെട്ട നേതാക്കന്മാരെയും ഒക്കെ പറഞ്ഞതാണ്. ഞാൻ കണ്ട എല്ലാ മന്ത്രിമാരും, ഞാൻ കണ്ട എല്ലാ നേതാക്കന്മാരും അവരന്വേഷിച്ച റിപ്പോർട്ട് അത് 100% ഞാൻ AICCക്ക് കത്തയച്ചേ ഉള്ളൂ. മറ്റു കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ, അവരിടപെട്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും ഇക്കാര്യത്തെക്കുറിച്ച് ഞാൻ വിശദമായി, ഞാൻ ഒരൊറ്റ കാര്യം കൂടി അങ്ങ് അനുവദിക്കുമെങ്കിൽ ഞാൻ ഒരു കാര്യം എനിക്ക് വായിക്കാനുണ്ട്. അത് ദയവ് ചെയ്ത് അങ്ങ് ഒരു 2 വാചകങ്ങളേ ഉള്ളൂ, അത് വായിക്കാൻ എനിക്ക് അനുവാദം തരണം. അത് എനിക്ക് എൻ്റെ താങ്കൾ ഉദ്ദേശിച്ച, ഇപ്പോൾ ഞാൻ മാത്രമാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതെന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തോട് കൂടെ പ്രവർത്തിച്ച ഒരു S. സുദീപ്, അദ്ദേഹം സബ് ജഡ്ജായി വർക്ക് ചെയ്തിരുന്ന ആളാണ്, അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചതാണ്. അദ്ദേഹം ഇന്ന് രാവിലെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ്, അദ്ദേഹത്തിൻ്റെ പേജിൽ അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പേജാണ്, അത് ഇദ്ദേഹത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അടക്കം വെച്ചുകൊണ്ടാണ് അദ്ദേഹം വെച്ചിട്ടുള്ളത്. അതിൽ പറഞ്ഞിരിക്കുന്നത്, ആൻറ്റി വെനം കണ്ടുപിടിക്കാത്ത കൊടിയ വിഷമുള്ള സംഘപരിവാറുകാരനാണ് അയാൾ. എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. അയാൾ മാത്രമല്ല, അയാളുടെ സർവീസിലെ പലരും അങ്ങനെ തന്നെയാണ്. അവരുടെ അതിശക്തമായ ഒരു ഉപജാപക മാഫിയ സംഘം തന്നെയുണ്ട് സർവീസിൽ. ടിആർമാരുടെ സംഘടനയെ ഏറെക്കാലമായി നിയന്ത്രിക്കുന്നതും അതേ സംഘം തന്നെയാണ്. വലതു സർക്കാർ വന്നപ്പോൾ മാത്രമല്ല അധികാരത്തിൻ്റെ ഇടനാഴികളിൽ അവർക്ക് പ്രാപ്യമായത്. മുൻ സർക്കാരിൻ്റെ കാലത്ത് ഉന്നത പദവിയിലെത്തി ഇന്നും അതേ പദവിയിൽ വിരാജിക്കുന്ന മറ്റൊരു നാഥനും കൊടിയ സംഘപരിവാറുകാരൻ തന്നെയാണ്. അയാളുടെ വലങ്കൈയാണ് പുതിയ പദവിയിലെത്തുന്ന ഉന്നതനും. ഇരുവരും മുൻപറഞ്ഞ മാഫിയയുടെ കുന്തമുനകളാണ്. മുൻ സർക്കാരിൻ്റെ കാലത്തെ ആ നിയമനത്തെ വിമർശിച്ചവർക്കെല്ലാം തീവ്രവാദ പട്ടം കിട്ടിയത് മാത്രം മിച്ചം. ഇപ്പോഴും മറിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. സംരക്ഷിക്കാൻ നാഥനുള്ള കളരികളിൽ പയറ്റുന്നവർക്ക് ഭയക്കേണ്ടതില്ല. സംഘ ലേബൽ പരസ്യമായതിനാൽ അയാൾ അത്യധികം ആഹ്ലാദിക്കുന്നുണ്ടാവും. 5 വർഷത്തിന് ശേഷവും അടുത്ത ഉന്നത പദവി ഉറപ്പിക്കാനായതിൻ്റെ ആഹ്ലാദം. അത് കേന്ദ്രത്തിലാവാം, കേരളത്തിലുമാവാം. അയാൾക്ക് പിന്നാലെ ഇനിയും എത്രയോ പേർ സംഘപരിവാർ വിഷങ്ങൾ എത്രയെത്ര ഉന്നത പദവിയിലേക്ക് എത്താനിരിക്കുന്നു. ഇതെൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഇന്ന് സോഷ്യൽ മീഡിയകളിൽ പരസ്യമായി അദ്ദേഹത്തിൻ്റെ പേരിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റാണ്. അതിന് താഴെ ഒട്ടനവധി സുഹൃത്തുക്കൾ, അവർ നമ്മുടെ ജുഡീഷ്യൽ പദവിയിലിരിക്കുന്നവരും അഭിഭാഷകരുമായുള്ള ഒട്ടനവധി സുഹൃത്തുക്കൾ ഇട്ടിരിക്കുന്നു. ഇത് ഒന്നും മാത്രമല്ല, ഒട്ടനവധി ആളുകൾ അദ്ദേഹത്തെ അറിയുന്നവരും അദ്ദേഹത്തുമായി പ്രവർത്തിച്ചവരും കൂടെ ജോലി ചെയ്തവരുടെയും കാര്യങ്ങളാണ്. ഇതൊന്നും കാണേണ്ടവർ കണ്ടില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ പാർട്ടിക്ക് വേണ്ടിയാണ് സംസാരിച്ചത്, വ്യക്തിപരമായിട്ടല്ല. പാർട്ടി അത് ബോധ്യപ്പെടുത്തിയെങ്കിൽ എനിക്കത് മറ്റൊന്നും പറയാനില്ല. ബാക്കി പാർട്ടി വേദികളിൽ ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് താങ്കൾ KC വേണുഗോപാലുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്നയാളാണ്. KC വേണുഗോപാലിന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തിയിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഇതേക്കുറിച്ചുള്ള മറുപടി താങ്കൾക്ക് കിട്ടിയിരുന്നു? രമേശ് ചെന്നിത്തലയെ താങ്കൾ നേരിട്ട് കണ്ടിരുന്നുവല്ലോ. ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് കോപ്പി അയക്കുകയോ അദ്ദേഹത്തെ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല. കാരണം ഇക്കാര്യം, നിങ്ങൾ ഒരു കാര്യം പറയാം, പല മാധ്യമങ്ങളിലും അല്ലെങ്കിൽ ചില ഇന്നത്തെ സമൂഹ മാധ്യമങ്ങളിൽ ഞാനൊരു പക്ഷക്കാരനാണ്, ആ പക്ഷക്കാരനായതുകൊണ്ട് ഞാനൊരു മുഖ്യമന്ത്രിക്കെതിരായി ഞാൻ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളിലും മുഖ്യമന്ത്രിയുള്ള വിശ്വാസം അചഞ്ചലമായി പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ്. ഞാൻ ഇന്ന് ഈ സമയം വരെ ഞാൻ വിചാരിച്ചത്, തെറ്റുകൾ കണ്ടാൽ അദ്ദേഹം തിരുത്താൻ അദ്ദേഹം പരിശോധിക്കുകയും അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്താൻ അദ്ദേഹത്തിന് മടിയില്ല എന്നുമാണ് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കേട്ടതും ഞാനത് വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ തീരുമാനം ഒരുപക്ഷെ ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കാം. അതല്ല എങ്കിൽ അത് ഞാൻ ബോധ്യപ്പെടേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഇക്കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തിപരമായി മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇത് ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ പേരിലാണെങ്കിൽ ഇങ്ങനെയാണോ? ഞാൻ ഒറ്റയ്ക്കല്ല, നിങ്ങൾ കേട്ടല്ലോ, മുന്നിലും പിന്നിലും ഞാൻ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഒരാൾ എൻ്റെ പോസ്റ്റിന് താഴെ ഒരു ലൈക്ക് അടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ആരെങ്കിലും ഒരാൾ എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലാത്ത അങ്ങനെ ഒരു വിഭാഗത്തിൻ്റെ പേരിലാണെങ്കിൽ ഇങ്ങനെയല്ലല്ലോ ഉണ്ടാവുക. അപ്പോൾ ഇത് വ്യക്തിപരമായി കോഴിക്കോട്ടുകാരനായ ഒരു വ്യക്തിയെ, അദ്ദേഹം ചെറുപ്പകാലത്തിൽ CPM-മാരായിരുന്ന അല്ലെങ്കിൽ CPM-മാർക്ക് ഏറ്റവും അഭിമതനായിരുന്ന ഒരു വ്യക്തി ഇന്ന് BJP-യുടെ നോമിനിയായി കടന്നു വന്നു എന്ന് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഇതുപോലെയുള്ള താങ്കൾ മാത്രമാണ്, താങ്കളുടെ ഒറ്റയാൾ ശബ്ദമാണെന്ന് കരുതാൻ ബുദ്ധിമുട്ടാണ് ശ്രീ PM നിയാസ്. സത്യം ഒരാൾ പറഞ്ഞാലും
100 പറഞ്ഞാലും സത്യം സത്യം തന്നെയാണ്. കളവ് 100 പറഞ്ഞാലും അത് ഒരാൾ പറഞ്ഞാലും കളവ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 100 ആൾക്ക് വേണ്ടിയാണ് താങ്കൾ സംസാരിക്കുന്നത്. പാർട്ടിയിലെ 100 ആളുകൾക്ക് വേണ്ടിയാണ് താങ്കൾ സംസാരിക്കുന്നത് അല്ലേ? വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പറയട്ടെ, ഞാൻ സംസാരിച്ചവരിൽ 1-2 പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും പറഞ്ഞത് താങ്കൾ പറഞ്ഞത് നല്ലൊരു കാര്യമാണെന്ന്. ഞാൻ പാർട്ടിക്ക് വേണ്ടി 30 കൊല്ലം കഴിഞ്ഞാലും പാർട്ടിക്ക് ഇതുപോലെ പ്രതാപത്തോടു കൂടി നിൽക്കാൻ കഴിയണം. പാർട്ടിയെ എതിർക്കുന്ന പിന്നെ സംഘപരിവാറുകാർക്കും പാർട്ടി എതിർക്കുന്ന കൊങ്ങികൾക്കുമെതിരായി CPM-നും LDF-നും എതിരായി അതിശക്തമായി പാർട്ടി നിലനിൽക്കണം എന്ന് എന്നെപ്പോലെ ലക്ഷക്കണക്കിന് പാർട്ടിക്കാർ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹിക്കുന്നവരോടൊപ്പമാണ് ഞാൻ. അത് ഏതവസരവും നിൽക്കും. എനിക്കതുകൊണ്ട് നേട്ടമുണ്ടാകുമെന്നോ എനിക്കതുകൊണ്ട് കോട്ടമുണ്ടാകുമെന്നോ നോക്കുന്നില്ല. ഞാനൊരു സ്ഥാനത്തിരിക്കുമ്പോൾ എൻ്റെ പാർട്ടി അല്ലെങ്കിൽ എൻ്റെ നിലപാട്, ആ നിലപാട് കറക്റ്റായി ചെയ്യണമെന്ന് ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് സീറ്റ് വേണ്ട എന്ന് പരസ്യമായി പാർട്ടിയോട് പറഞ്ഞ കളാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പോലും എനിക്കൊരു അസംബ്ലിക്കോ പാർലമെൻറ്റിലോ സീറ്റ് വേണ്ട എന്ന് പറഞ്ഞിരുന്ന ആളാണ്. ഒരു കോർപ്പറേഷനോ ഒരു ഒരു ബോർഡോ അതിന് ചെയർമാൻഷിപ്പോ വേണ്ട എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് സംഘടനാ തലത്തിൽ പ്രവർത്തിക്കാനാണ് ഇഷ്ടം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നെ പാർട്ടി ഏൽപ്പിച്ചത് സംഘടനയുടെ വാർ റൂമാണ്. ആ വാർ റൂമിന് രാവും പകലും 4-5 മാസക്കാലം ഈ തിരുവനന്തപുരത്ത് നിന്ന് എല്ലാം മാറ്റിവെച്ച് ഇവിടെ രാവും പകലും പാർട്ടിക്ക് വേണ്ടി സാഗൂതം പ്രവർത്തിച്ചു എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. അങ്ങനെയുള്ളൊരു വ്യക്തി എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കൊരു പ്രയാസമുണ്ടാകുമെന്ന് എൻ്റെ തോന്നലാണ്. ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, ആ തോന്നൽ ശരിയാവാം തെറ്റാവാം. തെറ്റാണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയാൽ ഞാനത് നിങ്ങൾക്ക് മുമ്പിൽ പുറപ്പുറത്ത് നിന്ന് വിളിച്ചു പറയും. ഇപ്പോഴും എനിക്കറിയാം ഈ തീരുമാനങ്ങൾ ശരിയാണോ എന്ന് സംശയം എനിക്കിപ്പോഴുമുണ്ട്. സംശയമാണ്. സംഘപരിവാർ ബന്ധമുള്ളയാളെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചതിനെതിരെയുള്ള പരസ്യമായ പ്രതിഷേധമാണ് കോൺഗ്രസിൽ നിന്നുണ്ടായിരിക്കുന്നത്. അതാണ് ശ്രീ PM നിയാസിന്റെ വാക്കുകൾ. ഇതിൽ സന്തോഷിക്കുന്നത്, ഈ നിയമനത്തിൽ സന്തോഷിക്കുന്നത് BJP ആണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ വാർഡ് വിഭജനം വരുന്നു, മണ്ഡല വിഭജനം വരുന്നു, ആ സമയത്ത് അതിൽ അഡ്വാൻറ്റേജ് BJP എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും, അതിനുവേണ്ടിയാണ് ഈ നിയമനമെന്ന്. പക്ഷേ VD സതീശൻ മുഖ്യമന്ത്രി ഇതിന് കൂട്ടുനിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ നിയാസ് പറയുന്നു ഇത് 30 വർഷത്തോളം കോൺഗ്രസ് പാർട്ടിയെയും മുന്നണിയെയും ബുദ്ധിമുട്ടിലാക്കുന്ന ഒന്നായിരിക്കുമെന്ന്. ശ്യാംരാജ്. ശ്രീ മഞ്ജുഷ്, കേരള രാഷ്ട്രീയത്തിൽ ഇത്ര പെട്ടെന്ന് ഇത്ര വലിയ കിങ് മേക്കേഴ്സ് ആയിട്ട് ഞങ്ങൾ മാറിയല്ലോ എന്ന് പറയുന്നത് എന്തായാലും നന്നായി. എനിക്ക് എക്കോ കേൾക്കുന്നുണ്ട് നിങ്ങൾ പറയുന്നത്. കാരണം കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ഇതേ ആരോപണം ഉന്നയിച്ചിരുന്നത് UDF ആയിരുന്നു. ഇന്നിപ്പോ UDF ഭരിക്കുമ്പോഴത്തേക്ക് ഇതേ ആരോപണം LDF അതോടൊപ്പം തന്നെ അവർക്കുള്ളിൽ നിന്ന് തന്നെ ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഈ 3 MLA-മാരും കഴിഞ്ഞ സമയത്താണ് ഒരു MLA പോലും ഇല്ലായിരുന്ന സമയത്ത് ഇത്രമാത്രം സ്വാധീനം ചെലുത്താനുള്ള ആളുകളായല്ലോ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇതിനകത്ത് വിഷയം എന്താ ഞാൻ നോക്കും. ഇപ്പൊ ഞാൻ ഈ അരമണിക്കൂറോളം നമ്മുടെ ചർച്ച കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പറയുന്ന ശ്രീ നിയാസ്, അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണെന്ന്. കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പറയുന്നത് ആ പാർട്ടിക്കകത്ത് ഇത്തരം വിഷയങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത്. അതല്ലാതെ ഇതിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോ അദ്ദേഹം പറയുന്നത് ആദ്യം അദ്ദേഹം ഈ പറഞ്ഞ ശേഷാദ്രിനാഥൻ അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, പിന്നെ BJP അനുകൂലി. എനിക്കറിയില്ല കേട്ടോ, ഇങ്ങനെ ഒരു BJP അനുകൂലി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി BJP അനുകൂലികൾ ആരെങ്കിലും എവിടെയെങ്കിലും കയറിയിട്ട് ആയിക്കോട്ടെ, ഞങ്ങൾക്കൊരു സന്തോഷമുള്ളൂ, ഒരു സംശയവും വേണ്ട. പക്ഷെ ഞങ്ങൾക്കറിയാത്ത കാര്യം ഇദ്ദേഹമൊക്കെ ഇങ്ങനെ ഒരു ഒരു ഔപചാരികമായിട്ടൊക്കെ പറയുന്നത് എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവരുടെ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പിസമാണോ, അതല്ലെങ്കിൽ അദ്ദേഹവുമായിട്ടുള്ള ശേഷാദ്രിനാഥനുമായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്ന് എനിക്കറിയില്ല. കാരണം നോക്കൂ, ഇവിടെ എങ്ങനെയാണ് ഇദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തീരുമാനിക്കുന്നത്? എങ്ങനെയാണ് ക്യാബിനറ്റ് ഇരുന്ന്, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റ് ഇരുന്ന്, ഇവിടെയുള്ള മന്ത്രിമാർ മൊത്തം കൂടിയിരുന്ന് വകുപ്പ് മന്ത്രി KM ഷാജി ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം പറഞ്ഞിട്ടല്ലേ? അപ്പൊ കേരളത്തിലെ UDF സംവിധാനം മുഴുവനായിട്ട് അല്ലെങ്കിൽ അവരറിഞ്ഞുകൊണ്ട് തീരുമാനിച്ചൊരു കാര്യം. ഇപ്പൊ KM ഷാജിയുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരികയും ചെയ്തു. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യം ഈ BJP ബന്ധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരോപിക്കുന്ന കാര്യം എന്താണ്? ഇതിനകത്ത് മഞ്ജുഷ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ കുറച്ച് നാളായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു സംഘപരിവാർ ബന്ധം, RSS ബന്ധം, BJP ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അത് മുസ്ലിം ലീഗ് ആയാലും LDF ആയാലും UDF ആയാലും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നടക്കില്ല. ഞാനൊരു കാര്യം പറയാണ്, സംഘപരിവാർ ഭരിക്കുന്ന രാജ്യമാണ്. സംഘപരിവാറിന്റെ RSS പ്രചാരകനായിരുന്ന നിലവിലെ BJP-കാരനായിട്ടുള്ള നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യമാണിത്. ഈ രാജ്യത്തിന് 80% വരുന്ന ഭൂപ്രദേശവും 80% വരുന്ന ജനങ്ങളും തെരഞ്ഞെടുത്തിട്ടുള്ള BJP എന്ന് പറയുന്ന പാർട്ടി എന്ന് പറയുന്ന സംഘപരിവാർ പ്രസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് സംഘപരിവാർ ബന്ധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നറേറ്റീവ് നിങ്ങൾ സൃഷ്ടിക്കുന്നത് അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഏതെങ്കിലും MG യൂണിവേഴ്സിറ്റിയിലെ VC സംഘപരിവാർ ബന്ധം, കേരള യൂണിവേഴ്സിറ്റിയിലെ VC സംഘപരിവാർ ബന്ധം വെച്ചാൽ ഒരു കാര്യം ഞാൻ തെളിച്ചു പറയുകയാണ്, സംഘപരിവാർ ബന്ധമുള്ളവർ ഇനിയും വരും. ഒരു സംശയം വേണ്ട കാര്യത്തില്. കേരളത്തിലല്ല, ഈ രാജ്യത്ത് മുഴുവൻ സംഘപരിവാർ ബന്ധം
ബന്ധമുള്ള ആളുകൾ ഇനിയും പലയിടങ്ങളിലും വരിക തന്നെ ചെയ്യും. അതല്ലെങ്കിൽ ഞങ്ങളുടെ ഐഡിയോളജിയായിട്ട് ബന്ധമുള്ളവർ വരിക തന്നെ ചെയ്യും. അതിനകത്ത് ഒരു സംശയം ശ്രീ പി എം നിയാസ്, ഇത് ബി.ജെ.പിക്കും സംഘപരിവാറിനും അടിക്കുവാനുള്ള വടി താങ്കൾ ഇട്ടുകൊടുത്തിരിക്കുകയാണ് നിയാസ്. ശ്യാംരാജിന് ഇത്രയും കാര്യങ്ങൾ പറയുവാനുള്ള ആർജവം ഇവിടെ കിട്ടിയത്, അല്ലെങ്കിൽ ഇത്രയും ഉള്ള അദ്ദേഹത്തിന് ആ സന്തോഷം താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ, ആ വടി താങ്കളാണ് ഇട്ടുകൊടുത്തത്. രാമരാജ് ഞാൻ പറഞ്ഞത് പാർട്ടി വേദികളിൽ ഒരു മിനിറ്റ് എന്താണ് ശ്യാംരാജ്? ഞാൻ പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഞാൻ എൻ്റെ പാർട്ടിയിൽ ഞാൻ പറഞ്ഞത് ഇപ്പൊ നിലവിൽ ഇപ്പൊ ഇന്ന് വന്നിട്ടുള്ള തീരുമാനമായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ പറഞ്ഞത്, കൊടുത്ത പരാതിയെ കുറിച്ചാണ്. ശരി, പറഞ്ഞോളൂ നിയാസ്, പറഞ്ഞോളൂ. താങ്കളുടെ ഒരു വ്യക്തിപരമായി ശേഷാദ്രിനാഥനുമായുള്ള വൈരാഗ്യത്തിന്റെ പ്രശ്നമാണോ എന്ന് പോലും ശ്യാംരാജ് പറഞ്ഞുകൂടെ? ശരി നിയാസ്. ഞാനൊരു കാര്യം പറയാമല്ലോ, അദ്ദേഹത്തെ പോലെ ഞാനൊരു കാര്യം ക്ലിയർ പറയാം. ഈ ശേഷാദ്രിനാഥ് ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ശേഷാദ്രിനാഥെ പോലെ നല്ല അക്കാഡമിഷ്യൻ, ഞാൻ മറ്റൊരു അദ്ദേഹത്തെക്കുറിച്ച് അക്കാഡമിഷ്യൻ അല്ല എന്നൊരു ധാരണ എനിക്കില്ല. അദ്ദേഹം നല്ല അക്കാഡമിഷ്യനാണ്, നല്ല ജഡ്ജായിരുന്നു, നല്ല മനുഷ്യനാണ്, നല്ല അദ്ദേഹത്തിൻ്റെ നല്ല സുഹൃത്താണ്, എൻ്റെ നല്ല സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പോലെ എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്, അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം ഉണ്ടായിരുന്നതൊക്കെ ഞാൻ പ്രതിനിധാനം ചെയ്ത ചാലപ്പുറത്താണ്. അപ്പോൾ അത്രയും നല്ല ബന്ധമാണ്. ഞങ്ങൾ ഒരിക്കൽ പോലും ഒരു വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ എതിർപ്പുണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ സ്ഥാനക്കയറ്റം കിട്ടാൻ വേണ്ടി ഹൈക്കോടതി ജഡ്ജാവാനോ അദ്ദേഹത്തിന് സുപ്രീം കോടതി ജഡ്ജാവുന്നതിനോ ഏറ്റവും യോഗ്യനാണ് അദ്ദേഹം. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒറ്റ അഭിപ്രായ വ്യത്യാസം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ അഫിനിറ്റിയാണ്. തുടക്കത്തിൽ അദ്ദേഹം CPM-കാരായിരുന്നു. എത്രയോ കാലം CPM ഏറ്റവും നല്ല പോസ്റ്റിങ്ങുകളും കാര്യങ്ങളും കൊടുത്തത് അദ്ദേഹത്തിനാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഈ അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളിൽ ഉണ്ടായിരുന്ന മാറ്റമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഞാനിവിടെ വായിക്കുന്നില്ല. അദ്ദേഹം നടത്തിയിരുന്ന പല വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാക്കിയിരുന്ന ഓരോ കാര്യങ്ങളും ഞാൻ പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതാണ്. ആ കാര്യങ്ങളെല്ലാം ഞാൻ റിട്രീവ് ചെയ്യുന്നു എന്ന് പറയുന്ന സാധനത്തിലുള്ളതാണ്. അതിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പലതും എനിക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാനതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് തോന്നിയ എൻ്റെ ഒരു ബോധ്യം, ആ ബോധ്യം ഞാൻ പാർട്ടിയോട് പറഞ്ഞതാണ്. ആ ബോധ്യം പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എങ്കിൽ ആ കാര്യങ്ങൾ ഞാൻ പറയേണ്ടത് പാർട്ടി വേദിയിലാണ്. ഞാൻ പാർട്ടി വേദിയിൽ അത് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്നതാണ്. ഞാനത് ബോധ്യപ്പെടാൻ ശ്രമിക്കുന്നതാണ്. എന്നെ ബോധ്യപ്പെടുത്തിയാൽ ഞാൻ ബോധ്യപ്പെട്ട കാര്യം എനിക്കാണ് തെറ്റുപറ്റിയതെങ്കിൽ അത് താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീണ്ടും പറയാം, ഞാനിപ്പം വന്ന് പറയേണ്ടത് ഞാൻ പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ്. അത് ബോധ്യപ്പെടുന്ന ഒരു ദിവസം വന്നാൽ ഞാനത് തിരിച്ചു പറയും. വ്യക്തിപരമായി ഞാൻ പറയല്ലേ, വ്യക്തിപരമായി ഇത് ഒരു ഗ്രൂപ്പ് പ്രശ്നമാക്കി അല്ലെങ്കിൽ നിയാസും അദ്ദേഹം തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നമാക്കി എന്തിനതിൻ്റെ ആവശ്യം? ഞാൻ ഒരൊറ്റ കാര്യം കൂടി അജൂഷ് ചോദിക്കട്ടെ. ഞാൻ ചോദിച്ചത് എന്താണ്, പാർട്ടിക്ക് ഇതിനേക്കാൾ നല്ല ചോയ്സ് ഉണ്ടാവുമായിരുന്നില്ലേ? ആ ഒരു ചോദ്യമാണ്. ആ ചോദ്യം എന്തുകൊണ്ട് അതിലേക്ക് വന്നില്ല? അല്ലെങ്കിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത രീതി, ഏത് ബോഡിയിലാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്? ഏത് പാർട്ടി ഫോറത്തിലാണ് അത് ചർച്ച ചെയ്തത്? ആരെല്ലാമാണ് ഇത്തരം കാര്യങ്ങൾ എനിക്ക് ചോദിക്കേണ്ടത് ഇവിടെയല്ല. ഇത്തരം കാര്യങ്ങൾ എനിക്ക് ചോദിക്കേണ്ടത് എൻ്റെ പാർട്ടി വേദിയിലാണ്. അത് ഞാൻ പാർട്ടി വേദിയിൽ ചോദിക്കും. അപ്പോൾ താങ്കൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത് അടഞ്ഞ അധ്യായമല്ല. എനിക്കിത് വീണ്ടും ഇതിൽ കുറേ ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുള്ള ചോദ്യങ്ങളുണ്ട്. അത് ഇവിടെ ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് എൻ്റെ പാർട്ടി വേദികളിൽ ഞാൻ ചോദിച്ച് ബോധ്യപ്പെടും. ആ ബോധ്യപ്പെട്ടില്ലെങ്കിൽ ബോധ്യപ്പെട്ടു എന്നും, ബോധ്യപ്പെട്ടില്ലെങ്കിൽ ബോധ്യപ്പെട്ടില്ല എന്നും പറയാൻ താങ്കൾ തയ്യാറാണ്. ശരി, ശ്രീ സിബി സത്യൻ, ഇത് ശ്രീ PM നിയാസ് KPCC ജനറൽ സെക്രട്ടറിക്ക് മാത്രം തോന്നിയ ചില ചോദ്യങ്ങളും ചില ബോധ്യങ്ങളുമാണോ? ഈ ഗ്രൂപ്പ് പ്രശ്നമൊന്നുമില്ല, ഇതാരുടെയും ആരും എൻ്റെ പിന്നിലില്ല എന്നൊക്കെ നിയാസ് പറയുന്നത് കണ്ണുമടച്ച് നമ്മൾ വിശ്വസിക്കണോ? ശ്രീ സിബി സത്യൻ, മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുന്നതാണല്ലോ ഈ വാക്കുകൾ. ഒരിക്കലും അങ്ങനെ ഞാൻ മുഖ്യമന്ത്രി ഒരിക്കലും പ്രതിക്കൂട്ടിലാക്കിയിട്ടില്ല. ഇത് മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് ചെയ്തതാണ് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അല്ല, സംസ്ഥാന ക്യാബിനറ്റ് എടുത്ത ഒരു തീരുമാനത്തെയാണ് താങ്കൾ എതിർത്തത്. പറയാമോ? എടുത്ത തീരുമാനത്തിൽ തെറ്റുകൾ വന്നിട്ടുണ്ട്, പരിശോധിക്കണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ശരി സിബി. അതെ, ഇത് ശ്രീ PM നിയാസ് ഇവിടെ ഉന്നയിച്ച പ്രശ്നം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ഉണ്ട്. അതായത് നിലവിലൊരു സംസ്ഥാനത്തൊരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുകയാണ്. ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുമ്പോൾ നമുക്ക് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് സാധാരണഗതിയിൽ ഒരു പാർട്ടിയുടെ കൂടെ ചോയ്സ് ആയിരിക്കും.
കാരണം വെച്ച് കഴിഞ്ഞാൽ അത് സ്വതന്ത്രാധികാരമുള്ള ഒരു പോസ്റ്റാണ്. ആ സ്വതന്ത്രാധികാരത്തിനകത്ത് കേരള രാഷ്ട്രീയത്തിൽ വളരെ കാര്യമായ മാറ്റം വരുത്താൻ പറ്റുന്ന ഒരുപാട് ശക്തിയുള്ള ഒരു പോസ്റ്റാണ്. അപ്പൊ സാധാരണഗതിയിൽ ഇത്തരം പോസ്റ്റുകൾ നിയമിക്കുമ്പോൾ, ഇത്തരം പോസ്റ്റുകളിലേക്ക് ഒരാളിനെ കൊണ്ടുവരുമ്പോൾ അതൊരു പാർട്ടിയുടെ ചോയ്സ് ആയിട്ടാണ് സാധാരണഗതിയിൽ വരിക. അതിനകത്ത് പാർട്ടിക്കകത്തൊരു ചർച്ചകളും കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ നടക്കണം. ഇപ്പോൾ ശ്രീ PM നിയാസിന്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് പാർട്ടിയിൽ അത്തരം ഒരു ചർച്ച നടന്നിട്ടില്ല എന്നുള്ളതാണ്. പാർട്ടിയിൽ ഇത്തരം ഒരു ചർച്ച നടക്കാതെയാണ് ഇത് മന്ത്രിസഭയിൽ വന്നിരിക്കുന്നത് എന്ന്. പക്ഷെ മന്ത്രിസഭയിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, KPCC പ്രസിഡന്റ് മന്ത്രിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇതിനകത്ത് എന്താണ് അഭിപ്രായം? അദ്ദേഹം ഉറപ്പായിട്ടും ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. നമുക്ക് ഇത് പാർട്ടിയിൽ ചർച്ച ചെയ്ത് മാത്രമേ തീരുമാനിക്കാൻ പറ്റൂ എന്ന തരത്തിലുള്ള ഒരു നിലപാട് അദ്ദേഹത്തിന് എടുക്കാമായിരുന്നു. പക്ഷേ നിലവിൽ അദ്ദേഹം അത്തരം ഒരു നിലപാട് എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അദ്ദേഹം പറഞ്ഞ ഔട്ട് ഓഫ് അജണ്ടയായിട്ട് കൊണ്ടുവന്ന നിയമനം എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത് നേരത്തെ ഒരു മുൻകാല നിയമനങ്ങളിലും ഇത്തരം ഒരു പ്രാക്ടീസ് ഈ പുതിയ മന്ത്രിസഭ പിന്തുടർന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. കാരണം നമുക്കറിയാം, അടുത്ത കാലത്ത് വിവാദമായ ഗവൺമെന്റ് ലീഡർമാരുടെ നിയമനം. ഈ ഗവൺമെന്റ് ലീഡർമാരുടെ നിയമനത്തിനകത്ത് സ്മാർട്ട് ക്രിയേഷൻസിനെ പ്രതിനിധീകരിച്ച ഒരു വക്കീല് ഗവൺമെന്റ് ലീഡറായിട്ട് ദേവസ്വം ബോർഡിൽ നിയമിതനാകുന്ന ഒരു അവസരം ഉണ്ടായി. അതുപോലെ തന്നെ CPIയുടെ ഉറച്ച ഒരു പ്രവർത്തക, ഒരു നേതാവ് UDF സർക്കാരിന്റെ ഗവൺമെന്റ് ലീഡറായി മാറുന്ന ഒരു നിയമനം ഉണ്ടായി. ഇതിനകത്ത് അവസാനം ഈ പറഞ്ഞ ശക്തമായ പ്രതിപക്ഷ എതിർപ്പിനെ തുടർന്ന് ഈ പറഞ്ഞ ആളിന് മാറി നിൽക്കേണ്ടി വരികയും രണ്ടാമത് CPI അവരുടെ നേതാവിനോട് രാജിവെച്ച് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള, അതായത് ആവശ്യത്തിന് ഡ്യൂ ഡിലിജൻസ് പല നിയമനങ്ങളുടെ കാര്യത്തിലും നടക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തത്, അന്ന് പത്രമാധ്യമങ്ങളിൽ പുറത്തു വന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അന്ന് അഭിഭാഷക യൂണിയൻ, അതായത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള അഭിഭാഷകരുടെ അസോസിയേഷൻ ഈ നിയമനങ്ങൾ അതിശക്തമായ വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചു എന്നും കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ, അതായത് നമുക്കറിയാം ഒരു സർക്കാർ മാറി വരുമ്പോൾ ആരെയൊക്കെ സ്ഥലം മാറ്റണം, എന്തൊക്കെ സ്ഥലം മാറ്റണം എന്നൊക്കെ സർവീസ് സംഘടനകളാണ് പൊതുവെ തീരുമാനിക്കുന്നത്. ഗവൺമെന്റ് ലീഡർമാരെ ആരെയൊക്കെ നിയമിക്കണം എന്നുള്ളത് ഒരു പരിധിവരെ ഈ പറഞ്ഞ അഭിഭാഷക യൂണിയന്റെ ഒരു സജഷൻസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെല്ലാം പരിഗണിച്ചിട്ടാണ് അവസാന നിയമനങ്ങളൊക്കെ നടത്തുന്നത്. മിനിമം ആരെ നിയമിക്കണം എന്നുള്ളത് നടന്നില്ലെങ്കിൽ പോലും ആരെ നിയമിക്കരുത് എന്നുള്ളത് അവർ പറയുന്നത് പലപ്പോഴും സർക്കാരുകൾ കേൾക്കാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ അതും ഔട്ട് ഓഫ് അജണ്ടയായിട്ടാണ് ക്യാബിനറ്റിൽ വന്നത് എന്നാണ് എനിക്ക് ചില സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലായത്. അപ്പം ചുരുക്കത്തിൽ പല സുപ്രധാന നിയമനങ്ങളും ക്യാബിനറ്റിൽ ചർച്ച ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഔട്ട് ഓഫ് അജണ്ടയായിട്ട് വരികയാണെങ്കിൽ ചർച്ച ഉണ്ടാകുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് അവസാന നിമിഷം പറയുന്നു, എല്ലാവരും ഓക്കെ പറയുന്നു, പോകുന്നു, അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ്. അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ ഇത് അത്ര ആശാസ്യകരമായൊരു സംഗതിയാണ് എന്ന് തോന്നുന്നില്ല. കാരണം ഒരു മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്നത് അത് അവര് ക്യാബിനറ്റ്, പ്രത്യേകിച്ച് ഇതുപോലുള്ള പ്രധാനപ്പെട്ട നിയമനങ്ങളിൽ ക്യാബിനറ്റ് കൂടി കൃത്യമായി തീരുമാനിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതാണ് ഏത് കാരണവശാലും നല്ലത്. പക്ഷെ നിലവിലെ നമ്മളിപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പാർട്ടി എന്ന് പറയുന്ന UDF എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഏതാണ്ട് അപ്രസക്തമായ രീതിയിലാണ് നിലവിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അത് ഒരു കാരണവശാലും അത്ര ആശ്വാസകരമായ പ്രവണതയല്ല. അതുകൊണ്ട് ഇതുപോലുള്ള നിയമനങ്ങൾ ഔട്ട് ഓഫ് അജണ്ടയായിട്ട് ക്യാബിനറ്റിൽ ചർച്ചയാവേണ്ട ഒന്നല്ല. ഇത് വളരെ കൃത്യമായ ഡ്യൂ ഡിലിജൻസിന്റെ. പക്ഷേ ശ്രീ സിബി സത്യൻ, ഇവിടെ ഇദ്ദേഹം പറയുന്ന ശ്രീ PM നിയാസ് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇത് സംഘപരിവാർ ബന്ധമുള്ള ആളാണ്, അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം BJPക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കും, അത് കോൺഗ്രസ് പാർട്ടിയും മുന്നണിയും അനുഭവിക്കേണ്ടി വരും. ഇത് അദ്ദേഹത്തിന്റെ മാത്രമുള്ള ഒരു ബോധ്യമാണോ, അതോ അദ്ദേഹത്തിന്റെ തെറ്റായ ബോധ്യമാണോ? ഇതൊരു നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട ആളാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. പക്ഷേ അത് കോൺഗ്രസിനും UDFനും അനുകൂലമായിട്ട് പ്രവർത്തിക്കണം എന്നുള്ള സന്ദേശം നൽകുന്ന പോലെ കൂടിയാകും ജനങ്ങളുടെ മുന്നിലേക്ക്. ഞങ്ങൾ തീരുമാനിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ, ഞങ്ങൾക്ക് അനുകൂലമായി തീരുമാനമെടുക്കണമെന്ന്. ആ രീതിയിലാവും, നിഷ്പക്ഷത അവിടെ ഉണ്ടാവില്ല. അതെ, അത് ശരിയാണ്, 100% ശരിയാണ്. നിഷ്പക്ഷനായി പ്രവർത്തിക്കുന്ന ഒരാളിനെയാണ് എടുക്കേണ്ടത്. പക്ഷേ ഈ നിഷ്പക്ഷൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ സംഘപരിവാർ ബന്ധമുള്ള ആളാകണമെന്ന് അർത്ഥമില്ലല്ലോ. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോ നിലവിലുള്ള ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ തരത്തിലുള്ള ഈ മണ്ഡലം ഡീലിമിറ്റേഷൻ അടക്കമുള്ള പദ്ധതികളിൽ BJP അതിശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. നമ്മളിപ്പോ അടുത്ത കാലത്ത് കണ്ടതാണ് സ്ത്രീ സംവരണം 50% പേരിൽ ഒരു ഡീലിമിറ്റേഷൻ പ്രോസസ്സ് പ്രതിപക്ഷം ഒന്നടങ്കം പരാജയപ്പെടുത്തിയത്. അപ്പൊ ഇത്തരത്തിലൊരു പാൻ ഇന്ത്യ എഫർട്ട് ഡീലിമിറ്റേഷന്റെ കാര്യത്തിൽ സ്വാധീനിക്കാനായിട്ട് സംഘപരിവാർ അല്ലെങ്കിൽ BJP നടത്തുന്നു. പക്ഷെ അതിന് അല്ലല്ലോ, VD സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അങ്ങനെ സംഘപരിവാറിന് കീഴ്പ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ശ്രീ സിബി സത്യൻ, സംഘപരിവാറിനെ കീഴ്പ്പെട്ടുകൊണ്ട് അത്ര ഒരു തീരുമാനം എടുത്തു എന്നല്ല ഞാനൊരു കാരണവശാലും പറയുന്നത്. ഞാൻ പറയുന്നത് ശ്രീ PM നിയാസ് പറഞ്ഞതുപോലെ അതുപോലെ സംഘപരിവാർ ബന്ധം ആരോപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സ്റ്റോപ്പ് ചെയ്യുകയും പരിശോധിക്കുകയും വേണമെന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പദവിയിലേക്ക് ഏറ്റവും അർഹനായിട്ട് ഏറ്റവും അറ്റത്ത് വന്ന് നിൽക്കുന്ന ഒരേ ഒരാളല്ല അദ്ദേഹം.
അദ്ദേഹത്തിന് അതുപോലെ കഴിവുള്ള നിരവധി പേർ കേരളത്തിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ട് എന്ന് കണ്ടാൽ അതിനേക്കാൾ മികച്ച നിഷ്പക്ഷനെ തിരഞ്ഞെടുക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിനുണ്ട്, തീർച്ചയായും മുഖ്യമന്ത്രിക്കുണ്ട്, തീർച്ചയായും ക്യാബിനറ്റിനുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? എനിക്ക് തോന്നുന്നത് ശ്രീ PM നിയാസ് ചെയ്തത് ഒരു പരുവത്തിൽ നല്ല കാര്യമാണ്. കാരണം അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് അറിയാവുന്ന സംഘപരിവാർ ബന്ധമുണ്ട് എന്നറിയാവുന്ന ഒരാളിനെ ഇത്തരത്തിൽ നിയമനം കൊണ്ടുവരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് കൃത്യമായി അദ്ദേഹം ശരി, ചെയ്യേണ്ട ശ്രീ ഒരു ജോലി ശ്യാംരാജ്, തന്നെയാണെന്നാണ് അതിപ്പോൾ എനിക്ക് തോന്നുന്നത്. നിങ്ങളാണ് ഭരിക്കുന്നതെങ്കിലും നിങ്ങൾ ഈ രീതിയിലുള്ള തീരുമാനമേ എടുക്കുകയുള്ളൂ. അതായത് സ്വന്തം പാർട്ടിക്ക് അനുകൂലമായിട്ട് തീരുമാനം എടുക്കുന്നു എന്നല്ല, എതിർ പാർട്ടിക്കാരനായ ഒരാളെ നിയമിക്കുകയില്ല, അല്ലെങ്കിൽ എതിർ പാർട്ടിയുടെ ആശയങ്ങളുമായിട്ട് നടക്കുന്നയാളെ നിയമിക്കുകയില്ല. സ്വാഭാവികമാണല്ലോ അത്. മഞ്ജുഷ, അതിനകത്ത് അതൊക്കെ ആ പാർട്ടിയുടെ കാര്യമാണ്. നോക്കൂ, ഇനി ആ പാർട്ടിയുടെ കാര്യമാണെന്ന് തന്നെ വെച്ചു. അതിനകത്താണ് ചോദിക്കുന്നത്, ഇവരുടെ KPCC പ്രസിഡന്റ് ഈ വിഷയത്തിലെ അഭിപ്രായം എന്താണ്? മുഖ്യമന്ത്രിയുടെ ഈ വിഷയത്തിലെ അഭിപ്രായം എന്താണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന KM ഷാജിയുടെ ഈ വിഷയത്തിൽ അഭിപ്രായം എന്താണ്? അവരൊക്കെ ഒരു വശത്താണെന്നേ ഉള്ളത്. ഇതിനകത്ത് ഞാനതിനകത്ത് അതിൽ കൂടുതൽ എനിക്ക് ഇതിനകത്ത് പറയാനില്ല. കാരണം അത് ആ പാർട്ടിയുടെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യമാണ്. നോക്കൂ, ഇവിടെ കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആയിട്ട് ഒരാളെ ഇന്ന് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുന്നു, ഇന്ന് ഗവർണർ അതിനകത്ത് ഒപ്പിടുന്നു. അപ്പൊ അത് ആ പാർട്ടിയുടെ കാര്യമാണ്, എന്ത് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത് നിഷ്പക്ഷനായിരിക്കണം. ഇവിടെ ഇദ്ദേഹത്തിന്റെ പറച്ചിൽ നടത്തുന്നത് കോൺഗ്രസ്സുകാരൻ മതി എന്നാണ്. ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ CPM-കാരുടെ ഒരു രസകരമായ കാര്യം എന്താ, യൂണിവേഴ്സിറ്റികളായിക്കോട്ടെ, ഇലക്ഷൻ കമ്മീഷണർ ആയിക്കോട്ടെ, എല്ലാവരും ഞങ്ങളുടെ ആളായിക്കോണം, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കണം. ഇപ്പൊ നിങ്ങൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റി തന്നെ എടുത്തു നോക്കി. ഇപ്പൊ കേരളത്തിൽ അടുത്തിടയ്ക്ക് നടന്ന സംസാരങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ മുഴുവൻ യൂണിവേഴ്സിറ്റികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവിടെ നോക്കും, ഇടതുപക്ഷത്തിനു വേണ്ടി വിടുപണി ചെയ്യുന്ന ആളുകളെ അധ്യാപകരും അനധ്യാപകരും VC-മാരുമായിട്ട് കുത്തി നിറയ്ക്കുന്ന ഇടതുപക്ഷം പറയുകയാണ് സംഘപരിവാർ വൽക്കരണമെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടത് അവരുടെ ആളുകളെയാണ്. ഇവിടെ കോൺഗ്രസിന്റെ ശ്രീ നിയാസം പറയുന്നത് ഞാൻ ഇത്ര നേരം മനസ്സിലാക്കിയെടുത്തോളം കോൺഗ്രസിന് അനുകൂലമായിട്ട് ചിന്തിക്കണമെന്നാണ്. ഞങ്ങളുടെ വിഷയം ഞാൻ ഈ പറഞ്ഞല്ലോ, ഈ ഒരു നിയമനമല്ല, അത് ആ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ സർക്കാരിന്റെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് കുറെ നാളുകളായിട്ട് ഇവർ സെറ്റ് ചെയ്യുന്ന ഒരു അജണ്ടയാണ്. RSS വൽക്കരണം അല്ലെങ്കിൽ സംഘപരിവാർ ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അവിടെയാണ് ഞങ്ങൾക്ക് എതിർപ്പുള്ളതെന്നേ. അതിനൊരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയില്ല എന്നത് മാത്രമല്ല, അത് അസംഭവ്യമാണ്. അതിവർ ഈ കുളത്തിലെ തവളകളെ പോലെ പുറംലോകം കാണാതെ ഉള്ള ഒരു വാക്യങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് സംഘപരിവാർ ബന്ധമുള്ളവരെ ഈ രാജ്യത്തിന്റെ, നമ്മുടെ നാടിന്റെ ഭരണ സംവിധാനങ്ങളിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും എങ്ങനെ മാറ്റി നിർത്താൻ വേണ്ടി കഴിയും? അത്തരത്തിലുള്ള അജണ്ട ഇവർ സെറ്റ് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് അതിനകത്ത് എതിർപ്പുള്ളത്. ഒരാളെ ഇവർക്ക് ഇഷ്ടമല്ല, ഉടനെ അങ്ങോട്ട് പറയണത് ആ സംഘപരിവാർ ബന്ധം. അങ്ങനെ പറയാൻ വേണ്ടി പാടില്ലല്ലോ. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടില്ലേ, ഈ നാടിന്റെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും അടക്കമുള്ള ആളുകളൊക്കെ ബന്ധമുള്ള ആളുകളാണ്. അല്ലെങ്കിൽ 10-20ഓളം വരുന്ന ഈ രാജ്യത്തിന്റെ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന സംഘപരിവാർ ബന്ധമുള്ള എന്ന് വെച്ചാൽ BJP-യുടെ മുഖ്യമന്ത്രിമാരാണ്. ഇവിടെ 80% വരുന്ന ഈ നമ്മുടെ മൊത്തം ലാൻഡ് ഏരിയയും പോപ്പുലേഷനും BJP-നെ പിന്തുണയ്ക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യ നിലവിൽ നിൽക്കെ സംഘപരിവാർ ബന്ധം എന്ന് പറഞ്ഞിട്ട് നടത്തുന്ന ചർച്ചകളോടാണ് ഞങ്ങൾക്ക് എതിർപ്പ്. ഞങ്ങൾ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കാളും കോൺഗ്രസ് പാർട്ടിയെക്കാളും മുസ്ലിം ലീഗിനേക്കാളും ഒക്കെ ഈ രാജ്യത്ത് വലിയ സ്വാധീനമുള്ള ഒരു പ്രസ്ഥാനമാണ്. ഈ രാജ്യത്തിന്റെ എല്ലാ സംവിധാനങ്ങളിലും ഭരണസ്ഥിരാ കേന്ദ്രങ്ങളായിക്കോട്ടെ, വിദ്യാർത്ഥി സംഘടന ചർച്ചയാവുന്നത് ഒരു CPM പ്രവർത്തകനെ അല്ലെങ്കിൽ CPM അഫിലിയേഷനുള്ള ഒരാളിനെ അല്ലെങ്കിൽ CPI അഫിലിയേഷനുള്ള ഒരാളിനെ ഇതുപോലെ നിയമിച്ചാലും ചർച്ചയാവില്ലേ? അപ്പൊ അതിനൊരു സംഘപരിവാർ എന്ന് പറയുന്ന ഒരു മോശപ്പെട്ട കാര്യമായിട്ട് ആണ് പറയുന്നതെന്ന് ചിന്തിച്ച് ഞങ്ങൾക്ക് അതിലെന്നേ അങ്ങനല്ല അത് ഞാൻ പറഞ്ഞു. ഇത് ഈ പാർട്ടിയുടെ ഇന്റേണൽ വിഷയമാണ്. ഞങ്ങളെ ഇവിടെ പരാമർശിച്ചുകൊണ്ടാണ് ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളെ പരാമർശിക്കുകയും നിയാസിന്റെ പ്രധാനപ്പെട്ട പരാതി തന്നെയാണ് സംഘപരിവാർ ബന്ധമുള്ളയാളാണ് N. ശേഷാദ്രിനാഥൻ എന്നുള്ളതാണ് നിയാസിന്റെ പരാതി. അതാണ് ഞാൻ പറഞ്ഞത്. അതിന് ഞങ്ങളെ പരാമർശിച്ച് അതിന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. അല്ല, അദ്ദേഹം CPM ബന്ധമുള്ള ആളാണെന്ന് പറഞ്ഞേനെ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാവും. ശരിയാണ്, സ്വാഭാവികമായിട്ടും പറയും. ആയിക്കോട്ടെ, ഇവിടെ അതല്ലല്ലോ പറഞ്ഞത്. ഇവിടെ അതല്ലല്ലോ പറഞ്ഞത്. ഞാൻ ആരാണ്? അല്ല നോക്കൂ, ഞാൻ BJP-യുടെ റെപ്രസെന്റേറ്റീവായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഞങ്ങളെ പരാമർശിക്കുമ്പോൾ ഞാൻ ആ പരാമർശത്തെ അനുസരിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുക. ഇനി മറുവശത്ത് നിങ്ങൾക്ക് CPM-നെ ന്യായീകരിക്കണമെങ്കിൽ അതിനെ ബാക്ക് ചെയ്യണമെങ്കിൽ ബാക്കി, അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഞാൻ BJP-യുടെ പ്രതിനിധിയായി ഇവിടെ വന്നിരിക്കുന്നോളം സംഘപരിവാർ എന്ന് മെൻഷൻ ചെയ്താൽ അതിനുത്തരം എനിക്ക് കൊടുക്കണം. അത് ഇത് മാത്രമല്ല, കേരളത്തിൽ അടുത്തിടയ്ക്ക് നടന്ന ചർച്ചകളൊക്കെ നിങ്ങൾ നോക്കിക്കോ. അത്തരത്തിലുള്ളൊരു നറേറ്റീവ് ഉണ്ടാകുമ്പോൾ അത് ഞങ്ങൾ എതിർക്കുമെന്നേ. അതിനെ എതിർക്കുമെന്ന് മാത്രമല്ല, അതിനെ ജനങ്ങളുടെ മുമ്പിലോട്ട് ഞങ്ങൾ വെക്കുമെന്നേ. ഇതെന്താണ് യാഥാർത്ഥ്യമെന്ന് ജനങ്ങളെ ഞങ്ങൾക്ക് അറിയിക്കണ്ടേ?
എന്താണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് ഈ രാജ്യത്തുള്ള സ്വാധീനമെന്ന് ഞങ്ങൾക്ക് ജനങ്ങളോട് മിനിമം അത് അറിയാത്ത ആൾക്കാരെങ്കിലും ഞങ്ങൾക്ക് അറിയിക്കേണ്ടി വരും. ശരി, ശ്രീ ആ പി എം രീതിയിലാണ് നിയാസ് ഞങ്ങൾ ചർച്ച കൊണ്ടുപോകുന്നത്. ശ്രീ പി എം നിയാസ്, ഇവിടെ ഏതെങ്കിലും LDF typical സർക്കാരാണ് വിഷയം ഇങ്ങനെ എടുത്ത് ഒരാളെ അതിൽ വെക്കുന്നതെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഉടൻ തന്നെ ഡീൽ ആരോപണം ഉന്നയിക്കുമല്ലോ. അപ്പോൾ താങ്കൾ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ അവിടെ ഡീൽ ആരോപണം സ്വാഭാവികമായിട്ടും വരും, അതിനെ എതിർക്കാൻ പറ്റുകയില്ല. അങ്ങനെയാണല്ലോ. നോക്കൂ, ഇവിടെ സിബി പറഞ്ഞ ഒരു കാര്യം അത് ഞാൻ പ്രത്യേകമായി ഒരു മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനെന്താ പറഞ്ഞത്, കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഷാജഹാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, അത് IAS കാരനായി റിട്ടയർ ചെയ്തൊരു വ്യക്തിയെ LDF വെച്ചു. അദ്ദേഹത്തിന് CPM ബന്ധമുണ്ടായിരുന്നു, അത് ഞങ്ങൾക്കറിയുന്നതാണ്. ആ ബന്ധമുണ്ടായതുകൊണ്ട് എന്ത് സംഭവിച്ചു, ഞങ്ങൾ കൊടുത്ത ഒരു പരാതി പോലും, ന്യായമായ പരാതി പോലും കാണിക്കാതെ, യാതൊരു നിയമപരമായ ഒരു താല്പര്യങ്ങളും കാണിക്കാതെ അദ്ദേഹം വെട്ടിമുറിക്കുന്നതിന് കൂട്ടുനിന്നു. അപ്പോൾ അശാസ്ത്രീയമായ വെട്ടിമുറിക്കലിന് കൂട്ടുനിന്ന് ന്യായമായ പരാതികൾ ഇല്ലാതിരിക്കുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചായ്വാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ താങ്കൾ പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ പറയുന്നത് ഇവിടെ ഒരു പാർട്ടിക്കും ബന്ധമില്ലാത്ത ഒരു വ്യക്തിയെ തന്നെ വെക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? CPM കാരനായി ജനിച്ച് വളർന്ന് പ്രവർത്തിച്ച ഒരാൾ ആ CPM-നോട് താല്പര്യം കാണിച്ചേക്കും, നമ്പർ 1. നമ്പർ 2, BJP-യോട് ഒരു അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ BJP-ക്ക് അനുകൂലമായ ഒരു സംഘപരിവാറിന് അനുകൂലമായ കാര്യങ്ങൾ അദ്ദേഹം പ്രചരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എടുക്കുന്ന തീരുമാനങ്ങൾ BJP-ക്ക് സ്വാധീനപ്പെടുത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തി ഇതുപോലെയുള്ളൊരു പദവിയിൽ വന്നാൽ അദ്ദേഹത്തിന് നിഷ്പക്ഷത ഉണർത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പോലെയുള്ള പാർട്ടിസാനായിട്ടുള്ള ആളുകളെ മാറ്റി നിർത്തി ഇൻ്റഗ്രിറ്റി ഉള്ള മറ്റ് പാർട്ടികൾക്ക് ബന്ധമില്ലാത്ത ഒരാളെ വെക്കണം. അല്ലെങ്കിൽ UDF-ന് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ അവിടെ ഉണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കോൺഗ്രസ്സുകാരെ വെക്കണമെന്നല്ല, അങ്ങനെ വെക്കാനും കഴിയില്ല. ഇതങ്ങനെ വെക്കാവുന്ന പോസ്റ്റുമല്ല. കാലങ്ങളായി ഇന്നാലും ചോദിക്കേണ്ടത്, ഇതിനു മുമ്പ് UDF സർക്കാർ ഉള്ളപ്പോൾ ഭാസ്കരൻ ജഡ്ജിനല്ലേ വെച്ചത്? ആ ഭാസ്കരൻ ജഡ്ജി എത്ര മനോഹരമായി 5 വർഷക്കാലം ആ പോസ്റ്റിലിരുന്നു, ആർക്കും ഒരു പരാതി ഉണ്ടായിരുന്നില്ലല്ലോ. അതുപോലെ അതിനു മുമ്പ് എത്ര ഈ പോസ്റ്റിൽ ആളുകൾ ഇരുന്നു, ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നു? കഴിഞ്ഞ 10 വർഷക്കാലത്ത് LDF വെച്ച ആളുകൾ വെച്ചപ്പോഴാണല്ലോ പരാതി ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ബന്ധമുള്ള ആളുകളെ വെക്കരുത്, ഇതല്ലേ നമ്മൾ പറഞ്ഞുള്ളൂ. ഇനി അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ ബന്ധമില്ല എന്ന് പാർട്ടി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കെന്തായാലും അഭിപ്രായ വ്യത്യാസം. അപ്പോൾ വെറുതെ പാർട്ടിയെ താങ്കൾ പ്രതിക്കൂട്ടിലാക്കി, അപ്പോൾ വെറുതെ പാർട്ടിയെയും സർക്കാരിനെയും താങ്കൾ പ്രതിക്കൂട്ടിലാക്കി എന്ന് വരും. കാരണം PM ശ്രീ പദ്ധതി, അതുപോലെ തന്നെ ഈ പറയുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന, ഇതിലൊക്കെ ഈ പറയുന്ന പോലെയുള്ള ഈ ഡീൽ ആരോപണമൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. മഞ്ജുഷേ ഒറ്റ കാര്യം, ഒരു മിനിറ്റ് ഞാൻ പറയുന്നത്, താങ്കൾ അങ്ങനെ അത് വളച്ചൊടിച്ച് അത് പോവല്ല. ഞാൻ പറഞ്ഞത്, അങ്ങനെ മന്ത്രിസഭയ്ക്കും അതുപോലെ പാർട്ടിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ മറ്റൊരു അഭിപ്രായ വ്യത്യാസമില്ല. അത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, എന്നെ ബോധ്യപ്പെടുത്തിയില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അത് ബോധ്യപ്പെടുത്തേണ്ട വേദി പാർട്ടി വേദിയാണ്, അത് ഞാൻ ഉപയോഗിക്കും. അത് ഉപയോഗിക്കുന്നവരെ ഞാൻ കാത്തിരിക്കും. ഞാനതല്ലേ പറഞ്ഞുള്ളൂ. അത് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാ പറയേണ്ട ആവശ്യം? പിന്നെ BJP പറയുന്നത് എന്താ? BJP കാലാകാലങ്ങളിലായി, ഞാനൊരൊറ്റ കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, കഴിഞ്ഞ ഇതൊക്കെ പറയട്ടെ, BJP ആസാമിൽ എങ്ങനെയാണ് ഇത് വെട്ടിമുറിച്ചത്? ആസാമിൽ എങ്ങനെയാണ് അവർ വിജയിച്ചത്? അതവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ചിട്ടല്ലേ. അങ്ങനെ ഒരു വിദൂരമായ സാധ്യതയും ഉണ്ടാകരുതെന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ്, എൻ്റെ മാത്രം അഭിപ്രായമാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇത് പാർട്ടിയിലെ ഒരു ഗ്രൂപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുന്ന കാലം മുതലേ അറിയുന്നത് കൊണ്ട് അദ്ദേഹം ഒന്നുകിൽ CPM-നോട് ചായയും അല്ലെങ്കിൽ അദ്ദേഹം BJP-യോട് ചായാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ മാറ്റി നിർത്തണം, അതൊന്നുമല്ലാത്ത ആളുകളെ വെക്കണം. ഇത് ഞാൻ പറഞ്ഞു. പാർട്ടിക്ക് അത് ബോധ്യപ്പെട്ടില്ല, പാർട്ടി അത് ബോധ്യപ്പെട്ട കാര്യങ്ങൾ. മുഖ്യമന്ത്രി VD സതീശൻ സ്വന്തം നിലയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നു, അതിന് ലീഗ് മന്ത്രിമാരുടെ പിന്തുണ. ഇങ്ങനെ ഒരു നറേറ്റീവ് കൂടുതൽ ശക്തമാക്കുവാൻ ഈ തീരുമാനം ഇട നൽകില്ലേ? PM ശ്രീയിൽ അത് വന്നിരുന്നു, ഈ പറയുന്ന PM ആവാസ് യോജനയിൽ അത് വന്നിരുന്നു, ഇപ്പോൾ അടുത്തതായിട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനത്തിലും. ഇതിൽ ലീഗിന് എതിർപ്പില്ല. KM ഷാജിക്കാരും തുറന്നു പറഞ്ഞിരുന്നുവല്ലോ. അതെ, ഇത് അങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടാകാതെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ലീഗിനും ശ്രീ സതീശനും തന്നെയാണ്. അവിടെ കേരള മുഖ്യമന്ത്രിക്കും മുസ്ലിം ലീഗിനും അത്തരം ഒരു നെറേറ്റീവ് കേരള സമൂഹത്തിൽ ഉണ്ടാവാതെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം വളരെ കൃത്യമായിട്ടുണ്ട്. കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് പിണറായി വിജയനെതിരെ അതിശക്തമായ ജനരോഷം ഉണ്ടായത്?
എന്തുകൊണ്ട്? കാരണം പിണറായി വിജയൻ പാർട്ടിയെ അടക്കി ഭരിച്ചു. പിണറായി വിജയൻ കേരളത്തിലെ മന്ത്രിസഭയിലെ മന്ത്രിമാർക്ക് വാതുറക്കാനുള്ള അവസരം ഉണ്ടായില്ല. ഘടകകക്ഷി മന്ത്രിമാർക്ക് വാതുറക്കാനുള്ള അവസരം ഉണ്ടായില്ല. അദ്ദേഹം ഒരു സ്വേച്ഛാധിപതിയെ പോലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുകയും എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുകയും ചെയ്തു. അപ്പൊ നമുക്ക് ആ പറഞ്ഞതുപോലെ ആ കൊറോണ കാലത്തെ ആ ഒരു എഫക്റ്റ് മാറ്റി, ആ ട്രോമ ബോണ്ടിങ് മാറ്റി നിർത്തിയാൽ അദ്ദേഹം രണ്ടു വട്ടം അദ്ദേഹം കേരളം ഭരിച്ചു. കേരളം ഭരിച്ചതിനെ തുടർന്ന് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ട ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് CPM കൂപ്പുകുത്തി. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഏകാധിപത്യത്തിന് കേരളത്തിലെ ജനങ്ങൾ കൊടുത്ത മറുപടിയാണ്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട, അത്തരം ഒരു ഏകാധിപത്യമല്ല കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. നമുക്കൊരു പിണറായി 3.0 അല്ല വേണ്ടത്. പിണറായി 3.0 ആണ് ഈ പറഞ്ഞ അടുത്ത സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ജനങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ അതുപോലെ മറുപടി കൊടുക്കും. അപ്പൊ അത്തരം ഒരു മറുപടി കിട്ടാതെ കുറച്ചുകൂടെ മികച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ചുകൂടെ കൂട്ടുത്തരവാദിത്തം കാണിക്കേണ്ടതുണ്ട്. കുറച്ചുകൂടി ഏകപക്ഷീയമായ ഈ പറഞ്ഞ പോലെ സ്വേച്ഛാധിപത്യമല്ല ഞങ്ങൾ നടത്തുന്നത്, കൂട്ടുത്തരവാദിത്തമുള്ള ഭരണമാണ്, അതിനകത്ത് പാർട്ടി ഞങ്ങൾക്കൊപ്പമുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഘടകകക്ഷികൾ ഞങ്ങൾക്കൊപ്പമുണ്ട്, കേരളത്തിലെ ജനങ്ങളുടെ ആശയും ആവേശവും ആഗ്രഹവും അറിഞ്ഞുള്ള തീരുമാനങ്ങളാണ് ഞങ്ങൾ എടുക്കുന്നത് എന്ന് പറയുന്ന ഒരു പിക്ചർ കൊടുക്കേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ഒപ്പമുള്ള മന്ത്രിസഭയ്ക്കും ഉണ്ട്. അതല്ലാതെ ഇത്തരത്തിലുള്ള നമ്മൾ ഈ പർട്ടിക്കുലർ കേസിലേക്ക് വന്നാൽ ഞാനത് നേരത്തെ ഒരു പോയിന്റ് പറയാൻ ശ്രമിക്കുകയായിരുന്നു. അതായത് പ്രിന്റിൽ വന്ന ഒരു ലേഖനമുണ്ട് ഇതിനെ സംബന്ധിച്ച്, ഈ കോൺട്രവേഴ്സിയുമായിട്ട് ബന്ധപ്പെട്ട്. അതിനകത്ത് ഈ ഭാരതീയ അഭിഭാഷക പരിഷത്തിന്റെ ഒരു ഓഫീസ് ബെയറിനെ അവർ കോട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം ഞങ്ങളുടെ കൂടെയുള്ള ആളാണ് എന്ന് ആ ഓഫീസ് ബെയർ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പരസ്യമായിട്ട് സ്റ്റാൻഡ് എടുക്കുകയും പരസ്യമായിട്ട് BJPയുടെ അനുഭാവമുള്ള ഒരു സംഘടനയുടെ പ്രൊഫഷണൽ സംഘടനയുടെ ഭാഗമാവുകയും ചെയ്ത ആളാണ് എന്ന് ആ സംഘടന തന്നെ സമ്മതിക്കുന്നുണ്ട്. അത് BJP ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ശ്രീ PM നിയാസ് ഉയർത്തുന്ന വാദങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അല്പം സാധുതയുണ്ട്. അത് വളരെ സീരിയസ് ആയിട്ട് കേരള സമൂഹവും കേരളത്തിലെ മന്ത്രിസഭയും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും അടക്കമുള്ളവർ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ശരി, അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള ചർച്ച നടന്നിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. കാരണം ഈ നിയാസ് ഈ വിഷയം ഉന്നയിച്ചിട്ടും ഇക്കാര്യത്തിൽ ഒരു മറുചിന്ത ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, അങ്ങനെ ഒരു തിരുത്തൽ വരുത്തുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രിക്ക് തന്നെയാണ് കൂടുതൽ മാനക്കേട് ഉണ്ടാവുക. അതുകൊണ്ട് അത്തരം ഒരു തിരുത്തൽ എന്തായാലും സാധ്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. അതെ, ഞാനൊരു കാര്യം പറയാം. അദ്ദേഹം മുഖ്യമന്ത്രി തിരുത്തലിന് പിണറായി വിജയനോളം എതിർപ്പുള്ള ആളാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് തിരുത്തൽ എന്ന് പറയുന്ന ഒരു നയം തന്നെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു തീരുമാനം എടുക്കുന്നു, അതിന് എന്ത് സംഭവിച്ചാലും അതാണ് തീരുമാനം. പക്ഷേ ശ്രീ VD സതീശന്റെ കാര്യം അത്തരത്തിലല്ല. കാരണം അദ്ദേഹത്തിന്റെ തന്നെ ചില തെറ്റായ തീരുമാനങ്ങൾ, നയങ്ങൾ തിരുത്തിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഗവൺമെന്റ് ലീഡർമാരുടെ നിയമനത്തിൽ ഈ പറഞ്ഞ പോലെ വിവാദത്തിൽ ഉൾപ്പെട്ട അഡ്വക്കേറ്റിനോട് അദ്ദേഹം രാജിവെച്ച് പോകാൻ ആവശ്യപ്പെട്ടു. അത് ശരിയാണ്. മാത്രമല്ല തിരുത്തൽ വരുത്താൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്യും. പക്ഷെ തുടർച്ചയായ തിരുത്തലുകൾ അത് അദ്ദേഹത്തിന് പ്രതിച്ഛായക്ക് തന്നെ മോശമുണ്ടാക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമല്ലോ. തുടർച്ചയായ തിരുത്തലുകൾ പ്രതിച്ഛായക്ക് മോശമുണ്ടാക്കും, അത് സംശയമൊന്നുമില്ല. പക്ഷേ തെറ്റ് തിരുത്തുന്നത് തന്നെയല്ലേ മഞ്ജുഷ എപ്പോഴും നല്ലത്. തെറ്റാണെന്ന് തോന്നിയാൽ, തീരുമാനം തെറ്റാണെന്ന് തോന്നിയാൽ, ഈ പറഞ്ഞ വാദങ്ങളിൽ കഴമ്പുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ തിരുത്തുന്നത് തന്നെയാണ് നല്ലത്. അല്ലാതെ അതിനകത്ത് കടുംപിടുത്തം പിടിച്ച് ഒരു ലോങ് ടൈമിലേക്ക് വലിയൊരു ആഫ്റ്റർ എഫക്ട് ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് അത്തരത്തിലുള്ള തീരുമാനം തെറ്റാണെന്ന് തോന്നുന്ന നിമിഷം പ്രതിച്ഛായ അല്പം തൽക്കാലത്തേക്ക് കുറഞ്ഞാലും അത് തിരുത്തുകയാണ്. കാരണം ലോങ് ടൈമിൽ ആ പ്രതിച്ഛായ മെച്ചപ്പെടും. അതോടൊപ്പം തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഈ നിയമനങ്ങളിൽ ഈ പറഞ്ഞ ഒരു കൂടിയാലോചനകൾ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടെ ഡ്യൂ ഡിലിജൻസിനുള്ള അവസരം ഉണ്ടാകും. ആ ഡ്യൂ ഡിലിജൻസിൽ നിന്ന് കുറച്ചുകൂടെ കൃത്യമായിട്ട് കുറച്ചുകൂടെ മികച്ച നിയമനങ്ങൾ നടത്താനുള്ള അവസരം ചിലപ്പോൾ സൃഷ്ടിക്കപ്പെട്ടേക്കും. അപ്പൊ അതിനുള്ള സാധ്യത കൂടെ പരിഗണിക്കണം. ഇപ്പം ശ്രീ നിയാസ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് വ്യക്തിപരം അദ്ദേഹം സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരൊരാളാണ്. അദ്ദേഹത്തിന് വ്യക്തിപരമായി അറിയുന്ന ഒരാളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബം വരെ അറിയാമെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹം ഒന്നിച്ച് പഠിച്ചതാണെന്ന് പറയുന്നു. അപ്പൊ അത്തരത്തിൽ വളരെ കൃത്യമായിട്ട് ഇത്രയും അടുത്തറിയാവുന്ന ഒരാൾ, അദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ്, ഏത് വിചാരധാര പിന്തുടരുന്ന ഒരാളാണ് എന്നൊക്കെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അദ്ദേഹത്തിന് അത് പറയാൻ പറ്റുന്ന ഒരു വേദി അവരുടെ പാർട്ടിയിൽ കിട്ടുന്നില്ല. ഒരു വേദി കിട്ടിയില്ല എന്നുള്ള കാര്യമല്ലേ ശ്രീ PM നിയാസ്? താങ്കൾ മന്ത്രിമാരെ കണ്ടു, അവരോട് താങ്കളുടെ ഈ ബോധ്യം അറിയിച്ചു. മുഖ്യമന്ത്രിയെ കാണുവാൻ താങ്കൾക്ക് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, ഇന്ന് നിയമസഭ കൂടുന്ന ദിവസമായിരുന്നു, താങ്കൾ തിരുവനന്തപുരത്തുണ്ടായിരുന്നു, നിയമസഭയിലും താങ്കൾ പോയിരുന്നു. മനഃപൂർവ്വം താങ്കളെ ഒഴിവാക്കുകയായിരുന്നില്ലേ മുഖ്യമന്ത്രി? താങ്കൾക്കൊരു 2 മിനിറ്റ് സമയം നൽകിയാൽ മതിയായിരുന്നുവല്ലോ. നോക്കൂ, അങ്ങനെയല്ല. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ ഇന്നലെ അദ്ദേഹം നിയമസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുക ഫിനാൻസ് ബില്ല് അദ്ദേഹമാണ് അവതരിപ്പിക്കേണ്ടത്. സ്വാഭാവികമായി എനിക്കതിൻ്റെ തിരക്ക് മനസ്സിലാവും. പക്ഷേ ഞാൻ നിങ്ങൾക്കറിയാലോ, ഞാൻ വ്യക്തിപരമായി ഇത് ഏറ്റെടുത്തിട്ടേ ഇല്ല.
വ്യക്തിപരമായി എൻ്റെ ഒരു വിജയമായോ എൻ്റെ ഒരു പരാജയമായോ എൻ്റെ ഒരു നേട്ടമായോ എൻ്റെ ഒരു നേട്ടമല്ലായകയായോ എൻ്റെ ഒരു കഴിവായോ ഞാനിത് കാണുന്നേ ഇല്ല. ഞാൻ പാർട്ടിക്കുണ്ടാവുന്ന ഒരു കാര്യങ്ങൾ അത് പാർട്ടിയുടെ പ്രസിഡന്റിനെ ശ്രദ്ധയപ്പെടുത്തി. 2 തവണ ഞാൻ KPCC പ്രസിഡന്റുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ കാര്യം ഞാൻ പറഞ്ഞു എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് അദ്ദേഹം തിരക്കിലാണ്. അപ്പോൾ പറഞ്ഞു പേടിക്കേണ്ട, ഞങ്ങൾ സംസാരിച്ചോളാം, ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടാം എന്ന് പറഞ്ഞാൽ എൻ്റെ പാർട്ടി പ്രസിഡന്റ് എനിക്ക് വേണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയോട് സംസാരിക്കുമെന്ന് പറഞ്ഞാൽ അതിലപ്പുറത്തേക്കൊരു ഒരു 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 അപ്രിസിയേഷൻ എനിക്ക് വേറെ ഏതാണുള്ളത്. ഞാൻ പറഞ്ഞതിനേക്കാൾ സംസാരിച്ചു എന്നുള്ള വിവരം താങ്കൾക്ക് കിട്ടിയോ? പ്രസിഡന്റ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രസിഡന്റാണ്. സംസാരിക്കാതെ അങ്ങനെ തീരുമാനം എടുക്കില്ലല്ലോ. പക്ഷെ പിന്നീട് എനിക്ക് KPCC പ്രസിഡന്റിനെ കാണാനോ അദ്ദേഹത്തിന് എന്നെ കാണുവാനോ കഴിഞ്ഞിട്ടില്ല. ഞാനത് നാട്ടിലേക്ക് പോകുന്ന തിരക്കിലാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിലൊന്നും പരാതി. ഞങ്ങളുടെ പാർട്ടിയെ പോലെ ജനാധിപത്യപരമായ പാർട്ടിയല്ല എങ്കിൽ BJPയിൽ ഞാൻ ചോദിക്കട്ടെ, BJPയിൽ നരേന്ദ്രമോദിക്കെതിരായോ അല്ലെങ്കിൽ ഏതെങ്കിലും BJP മുഖ്യമന്ത്രിക്ക് എടുക്കുന്ന തീരുമാനത്തിനെതിരായോ ഇങ്ങനെ പരസ്യമായ അഭിപ്രായം പറയാൻ BJPയിൽ ഏതെങ്കിലും ഒരാൾക്ക് സാധിക്കുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ്റെ സ്ഥിതി എന്താകും? കേരളം 10 വർഷം ഭരിച്ചല്ലോ. 10 വർഷം ഭരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തീരുമാനത്തിനെതിരായി ഒരു പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർക്ക് ഇതുപോലെ ഒരു പരസ്യമായി പ്രതികരിക്കാൻ മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്ന് പ്രതികരിച്ചാൽ പറഞ്ഞാൽ 51 വെട്ടല്ല 101 വെട്ട് കിട്ടി അദ്ദേഹം ഇല്ലാതെയാവും. ഞങ്ങളുടെ പാർട്ടിയിൽ ഇത് ജനാധിപത്യപരമായി സംസാരിക്കുവാനും പരാതി പറയുവാനും പരസ്യമായി പ്രതികരിക്കാനും കഴിയുന്ന ഒരു സ്പേസ് നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ കാണാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഒരു പക്ഷേ മന്ത്രിസഭ കണ്ടിട്ടുണ്ടാകും. അത് എനിക്ക് ബോധ്യപ്പെടുത്തുവാനോ എന്നെ ബോധ്യപ്പെടുവാനോ എനിക്ക് കഴിഞ്ഞില്ല. അത് അടുത്ത പാർട്ടി യോഗത്തിൽ അത് കഴിയുമെന്നോ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞില്ല എങ്കിൽ ഞാൻ ആ കാര്യം നിങ്ങളെ അറിയിക്കും. ഞാൻ കഴിഞ്ഞു എന്നും ഞാൻ അറിയിക്കും. അതിലെന്താ തെറ്റുള്ളത്? ഞാനൊരു കാര്യം ശ്യാമ ഇക്കാര്യത്തിൽ എനിക്ക് എൻ്റെ മാധ്യമപ്രവർത്തകൻ ഇവിടെ പറഞ്ഞു. ഞാൻ എൻ്റെ ബോധ്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നെക്കുറിച്ച് ഇപ്പോൾ പലരും പറയുന്നത് എനിക്കെന്തോ അധിക ഇല്ലാത്തതുകൊണ്ട്. ഞാൻ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ മത്സരിക്കില്ല എന്ന് തീരുമാനിച്ച ആളാണ് ഞാൻ. പാർട്ടിയോട് എന്നെ ഇന്ന് വിമർശിച്ച പലരും ഇരിക്കുന്ന യോഗത്തിൽ വെച്ച് ഉന്നത നേതാക്കന്മാരോട് എനിക്ക് അസംബ്ലിയിലേക്കും പാർലമെൻറ്റിലേക്കും പഞ്ചായത്തിലേക്കും കോർപ്പറേഷനിലേക്കും ഇനി മത്സരിക്കേണ്ടതില്ല എന്ന് കൃത്യമായി പറഞ്ഞതാണ്. 2029-ലും 2031-ലും ഒന്നും മത്സരിക്കേണ്ടതെന്ന് പറഞ്ഞതാണ്. പാർട്ടി ഒരുപാട് കോർപ്പറേഷനും ഒരുപാട് ബോർഡുകളും ഉണ്ടല്ലോ. ഒറ്റ ബോർഡിലും ഒരൊറ്റ കോർപ്പറേഷനിലും ചെയർമാനായി എന്നെ പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. എന്തെങ്കിലും പോസ്റ്റ് ആഗ്രഹിക്കുന്നെങ്കിൽ സംഘടനാ പ്രവർത്തനത്തിൽ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതൊന്നും പണം കിട്ടുന്ന പദവിയല്ല, നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന പദവിയാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു പാർട്ടി പ്രസിഡന്റിനും ഒരു പാർട്ടി പദവിക്കും ഒരു നയാ പൈസ പോലും ശമ്പളം കൊടുക്കുന്ന പാർട്ടിയല്ല. ഞങ്ങളുടെ ശമ്പളം ഞങ്ങളുടെ ചെലവൊക്കെ ഞങ്ങൾ എടുക്കുകയാണ്. അതാണ് ഞങ്ങളുടെ പൊതുപ്രവർത്തനമാണ്. അതിന് ഞാൻ സന്തോഷം കണ്ടെത്തുന്ന ആളാണ്. എൻ്റെ പിതാവ് വലിയ രാഷ്ട്രീയ പ്രവർത്തകരായിരുന്നു. എൻ്റെ മാതാവ് ഒരു മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റായിരുന്നു. എൻ്റെ 2 ജ്യേഷ്ഠന്മാരും, 2 പേരും മരിച്ചുപോയി. അവർ 2 പേരും കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരും ജയിൽ ശിക്ഷ അനുഭവിച്ചവരുമാണ്. ഇന്ദിരാഗാന്ധിയെ അറസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ 2 സഹോദരങ്ങളും ഉപ്പയും ഒന്നിച്ച് ജയിലിൽ പോയി 2 ആഴ്ചക്കാലം ജയിലിൽ കഴിഞ്ഞവരാണ്. അന്ന് ഞാൻ ചെറിയ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. നിങ്ങൾ ആലോചിക്കണം, ഞങ്ങളുടെ കുടുംബം കോൺഗ്രസ് അല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അമിതമായ കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ട് ഒരുപക്ഷെ എൻ്റെ അങ്ങനെയാണല്ലോ അമിതമായി എൻ്റെ കോൺഗ്രസിനോടുള്ള ഒരു കോഷ്യസ് അതുകൊണ്ടുണ്ടായ ഒരു തോന്നലായിരിക്കാം. അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ശരി, കോൺഗ്രസ് പാർട്ടിയിലെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം അതിനുള്ള ഉദാഹരണമാണ് PM നിയാസിന്റെ ഈ വാക്കുകൾ. അദ്ദേഹത്തിന് തുറന്ന് സംസാരിക്കുവാൻ കഴിഞ്ഞു. തിരുത്തുന്നെങ്കിൽ തിരുത്തട്ടെ എന്ന രീതിയിലാണ് അദ്ദേഹം അത് പറഞ്ഞതും. മഞ്ജുഷെ, ഈ പാർട്ടിയിലെ തമ്മിത്തല്ലിനും തൊഴുത്തൽ കുത്തിനും ജനാധിപത്യം എന്ന് പറഞ്ഞിട്ട് പേര് വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഒന്ന് നോക്കൂ, കോൺഗ്രസ് പാർട്ടി ഇദ്ദേഹം മാത്രമല്ല കേട്ടോ, കോൺഗ്രസിന്റെ പ്രതിനിധികളെല്ലാം വന്നിട്ട് പലപ്പോഴും ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇവർ ഈ പുറത്തു പറയുന്നതും അല്ലെങ്കിൽ ഇവർ ഈ രാഷ്ട്രീയ അലക്കുകൾ ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് നടത്തുന്നതും എല്ലാം ഇവരുടെ ജനാധിപത്യമാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഇവരുടെ രീതിയിലുള്ള ജനാധിപത്യം അല്ല BJPയിലുള്ളത്. അത് ഞാൻ എന്തായാലും പറയുകയാണ്. ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്, കൃത്യമായിട്ടുള്ള ഫോറങ്ങളുണ്ട്. അവിടെ ഞങ്ങൾ എല്ലാ അഭിപ്രായങ്ങളും പറയും, എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും എടുക്കും.
എടുക്കും. അവിടെ ഞങ്ങൾ ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം എടുത്തിട്ടും ഏറ്റവും ശരിയായിട്ടുള്ള ഒരു അഭിപ്രായം തെരഞ്ഞെടുത്തിട്ട് അതുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. അതല്ലാതെ പുറത്തു പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ അകത്ത് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ പുറത്തു പറയാറില്ല. അതിന് ജനാധിപത്യത്തിന്റെ വലിപ്പം എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. ഇവിടുത്തെ പ്രശ്നം ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ നോക്കൂ, ഞാനത് പറയണ്ട എന്ന് വിചാരിച്ചതാണ്. കാരണം ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഇവിടുത്തെ BJP കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ. ഇപ്പൊ അദ്ദേഹം ഒരു പരാതി പറയാനായിട്ട് മുഖ്യമന്ത്രി കാണാൻ വേണ്ടി പോകുന്നല്ല, പാർട്ടിയുടെ ഉന്നത തലത്തിലോട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. പക്ഷെ അവിടെ അദ്ദേഹത്തെ കേൾക്കാൻ വേണ്ടിയിട്ട് പോലും തയ്യാറാവുന്നില്ല കോൺഗ്രസ് പാർട്ടി. അവിടെയാണ് യഥാർത്ഥ പ്രശ്നമെന്ന് പറയുന്നത്. ഇവിടെ തെറ്റോ ശരി എന്തുമായിക്കോട്ടെ, ഇപ്പോൾ എനിക്കതിനെ കുറിച്ചിട്ട് അറിയില്ല. അതായത് ഇദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ അഫിനിറ്റിയെ കുറിച്ചിട്ട് എനിക്ക് അറിയുകയില്ല. ആ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഇദ്ദേഹം പറയുന്നത് എന്താണെങ്കിലും ഇദ്ദേഹത്തിന്റെ പാർട്ടി കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ ഇദ്ദേഹത്തിന്റെ പ്രസിഡന്റ്, KPCC പ്രസിഡന്റോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ UDFന്റെ ആളുകളോ ഒന്നും കേൾക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. ആ പാർട്ടിയുടെ പ്രശ്നമാണ്. ആ പാർട്ടിയുടെ അല്ലെങ്കിൽ അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിനകത്ത് പറഞ്ഞതല്ല, ഞാനിത് പറയില്ലായിരുന്നു. ഇത് അങ്ങയുടെയും അങ്ങയുടെ പാർട്ടിയുടെയും ഇന്ത്യൻ ആയിട്ടുള്ള കാര്യം മാത്രമാണ്. അങ്ങ് BJPയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങയുടെ കോൺഗ്രസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങയുടെ കാര്യം പറയാൻ വന്ന ആളെയല്ല. ഞാൻ തുടക്കത്തിലെ പറഞ്ഞ അങ്ങനെയാണല്ലോ. അല്ല, ആയിക്കോട്ടെ, എനിക്ക് മനസ്സിലായി. ഇതെന്റെ സമയമാണ്, ഞാൻ പറയട്ടെ. അല്ല, ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ ഈ ചർച്ചയുടെ തുടക്കത്തിലെ ഞാൻ പറഞ്ഞാണ്, ഞാൻ കോൺഗ്രസിന്റെ ഇന്ത്യയുടെ കാര്യത്തിലോ നിലപാടുകളിലോ ഒന്നും അഭിപ്രായം പറയാൻ വന്നയാളെയല്ല. പക്ഷെ താങ്കൾ BJPയെ കൊണ്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. അപ്പോൾ ഇതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അല്ലെങ്കിൽ താങ്കളെ കേൾക്കണമായിരുന്നു. ഇപ്പൊ താങ്കൾ എത്രയോ ദിവസങ്ങളായിട്ട് ഈ കാര്യം പറയുന്നു, പറഞ്ഞിട്ടും ഇതുവരെ ഒരു തിരുത്തി നടത്താൻ വേണ്ടി പാർട്ടി തയ്യാറായിട്ടുണ്ടോ? ഇല്ല. UDF ഒന്നടങ്കം താങ്കൾ എന്തഭിപ്രായമാണോ പറഞ്ഞത്, ആ അഭിപ്രായത്തിനെതിരായിട്ടുള്ള തീരുമാനമാണോ എടുത്തത്? അതെങ്ങനെയാണ് നിങ്ങളുടെ പാർട്ടിയുടെ ജനാധിപത്യമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. താങ്കളെ കേൾക്കാൻ പോലും ജനാധിപത്യം എന്ന് പറഞ്ഞാൽ കേൾക്കണം. കേട്ടിട്ട് അതിനകത്ത് ശരിയോ തെറ്റാണെങ്കിലും അഭിപ്രായം പറയണം. അത് ഇതുവരെ പാർട്ടി കേൾക്കാൻ തയ്യാറായിട്ടില്ല. പാർട്ടിക്ക് കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇതുവരെ പാർട്ടി കേൾക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അതെന്ത് ജനാധിപത്യമാണ്? അപ്പോ അങ്ങനെ പറയുന്നതിനകത്തൊന്നും ഒരു അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ PM നിയാസ്, ഇത് AICC നേതൃത്വത്തെ താങ്കൾ വീണ്ടും അറിയിക്കുമോ? തിരുത്തൽ വേണമെന്ന് താങ്കൾ വീണ്ടും ആവശ്യപ്പെടുമോ, അറിയിക്കുമോ? ഒറ്റ കാര്യം ഞാനത് അദ്ദേഹം പറഞ്ഞാൽ ഒറ്റ തിരുത്തലേ ഉള്ളൂ. എന്നെ പാർട്ടി കേട്ടിട്ടുണ്ട്. വളരെ വിശദമായി KPCC പ്രസിഡന്റുമായി ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയോട് ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം അദ്ദേഹം ചർച്ച ചെയ്ത് ഈ കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ പാർട്ടി എന്നെ കൃത്യമായി പാർട്ടി എനിക്ക് വേണ്ടി അത് ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളോട് ചർച്ച ചെയ്തതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിലെനിക്ക് പരാതിയില്ല. അപ്പം പിന്നെ താങ്കൾ പറഞ്ഞത് ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ബോധ്യങ്ങൾ ഞാൻ അടുത്ത എൻ്റെ പാർട്ടിയുടെ എൻ്റെ ബന്ധപ്പെട്ട യോഗത്തിലും ബന്ധപ്പെട്ട ഉന്നത നേതാക്കന്മാർക്ക് മുമ്പിലും അവസരം പാർട്ടിയുടെ ഇന്റേണൽ ഫോറത്തിൽ ഞാൻ ഉന്നയിക്കും. ഞാൻ തിരുത്തും. വീണ്ടും ഉന്നത അത് മാത്രമല്ല, ഞാൻ ആവശ്യപ്പെടുന്നത് ഇത് മാത്രമല്ല. എൻ്റെ പാർട്ടിയുടെ കത്ത് ഞാൻ കൊടുത്തതിൽ ഒരു കാര്യം കൂടിയുണ്ട്. അത് ഇതുപോലെയുള്ള സുപ്രധാന നിയമനങ്ങളിൽ പാർട്ടിയുടെ ഇതുപോലെ പരിശോധിക്കാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ഒരു തീരുമാനമെടുക്കാനും ഒരു സംവിധാനം വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതും ഞാൻ പാർട്ടിയുടെ വേദികളിലാണ് പറയേണ്ടത്. ഞാൻ ആ പാർട്ടിയുടെ വേദികൾ പറയും. എന്നെ പാർട്ടി കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതെല്ലാം പാർട്ടി അംഗീകരിക്കണമെന്നില്ലല്ലോ. അത് പാർട്ടിക്ക് പാർട്ടിയുടേതായ കാഴ്ചപ്പാടുണ്ടാകും. അത് മാത്രമേ ഉള്ളൂ. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനം റദ്ദാക്കണോ? വേണമെന്ന് 50%, പ്രേക്ഷകർ വേണ്ട എന്ന് 46%. അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.